എൻ്റെ കൂടെ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞോട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് ദിവ്യാരോഗ്യത്തോടെ ഇരുന്ന് സമൃദ്ധി, ദൈവത്തിൻ്റെ സമൃദ്ധിയെ ഞാൻ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല, ഒരനർത്ഥവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ, സകല കാര്യത്തിലും ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. എല്ലാ ദിവസവും കർത്താവ് നമ്മളെ സഹായിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത എന്തെന്നുള്ളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അകത്ത മനുഷ്യനെ ബലപ്പെടുത്തണം. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, മനുഷ്യനെ നമ്മൾ ബലപ്പെടുത്തണം. അതിനുവേണ്ടി നമ്മൾ കാര്യങ്ങളെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഒരു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരു വ്യക്തി ജനിച്ച് വീഴുകയാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്നല്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വീണ്ടും പുതുതായി ജനിച്ച ഒരു ശിശുവിനെ പോലെ ആയിരിക്കുന്നു. അപ്പോൾ പുതുതായി ജനിച്ച ഒരു ശിശുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് വളർച്ച ആവശ്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളർച്ച ലഭിക്കാത്തപ്പോഴാണ് പലപ്പോഴും അത് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ പ്രാർത്ഥനയെയും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ ബൈബിളൊക്കെ വായിക്കുന്ന സമയത്ത് ബൈബിളിലൊക്കെ വലിയ വലിയ കാര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്, വലിയ വലിയ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊന്നും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ല? ഞാൻ പോകാത്ത പ്രാർത്ഥനയില്ല, കൈക്കൊള്ളാത്ത ഒന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും കാണുന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ ഹിതങ്ങളെയും ദൈവത്തിൻ്റെ പദ്ധതികളെയും മാനുഷിക ബുദ്ധിയിൽ നമുക്കത്, അല്ലെങ്കിൽ മാനുഷിക ബുദ്ധിയിൽ പലപ്പോഴും അതിനെ കാണുകയും ദൈവത്തിൻ്റെ പദ്ധതികളെ നമുക്ക് മനസ്സിലാക്കാതെ പോവുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾക്ക് എപ്പോഴും വിശ്വാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഊഹാപോഹമല്ല, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല. വ്യക്തിപരമായി നമുക്ക് ദൈവസന്നിധിയിൽ വളർച്ച ഉണ്ടാകുവാൻ ദൈവഹിതം നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ഹിതം നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമുക്ക് വളരുവാൻ കഴിയത്തില്ല. കർത്താവിൽ നമുക്ക് ഒരിക്കലും അനുഗ്രഹങ്ങളെ കാണാനും അനുഭവിക്കാനും കഴിയത്തില്ല. പക്ഷെ നമ്മൾ പേരിന് വിശ്വാസികളും ആയിരിക്കും. ആമേൻ. അപ്പോൾ ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് എഫേസ്യ ലേഖനത്തിൽ തന്നെ തുടർച്ചയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ആ വചനഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് വീണ്ടും തുടങ്ങാം. എഫേസ്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിലാണ് നമ്മൾ കേട്ടത്, അല്ലേ? എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്, നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അപ്പോൾ അകത്ത മനുഷ്യനെ പറ്റി ഒരു വിശ്വാസി യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് നിങ്ങൾ വിശ്വസിക്കുകയും രക്ഷാപദ്ധതിയിലേക്ക് വരികയും സ്നാനത്തിലൂടെ അതിനെ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മുഖത്തിൻ്റെ രൂപം മാറുന്നില്ല, കണ്ണോ മൂക്കോ ചെവിയുടെയോ സ്ഥാനം മാറുന്നില്ല, സൗന്ദര്യം വർദ്ധിക്കുന്നില്ല, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. മാനുഷികമായി നിങ്ങളുടെ, അതായത് പ്രത്യക്ഷമായിട്ട് മാറ്റം വരുന്നില്ലെങ്കിലും നിങ്ങളുടെ അകത്തൊരു ജനനം സംഭവിച്ചു. ആദത്തിൻ്റെ ജനറേഷനിൽ നിന്ന് നിങ്ങൾ മരിച്ചു. ക്രിസ്തു യേശുവിൽ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതാണ് പത്രോസ്ലീഹായുടെ ലേഖനം പറഞ്ഞിരിക്കുന്നത്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ അത്രേ നിങ്ങൾ വീണ്ടും ജനിക്കുന്നത്. ഈ വീണ്ടും ജനിച്ച വ്യക്തിയായ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ വളർത്തുവാനാണ് കൂട്ടായ്മകൾ. നിങ്ങൾക്ക് വചനം തന്ന്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആലോചനകൾ തന്ന് കർത്താവിൻ്റെ ആ ക്രിസ്തുവിലേക്ക് നിങ്ങളെ വളർത്തുന്നതാണ് കൂട്ടായ്മ. പക്ഷെ ഞാൻ എപ്പോഴും പറയാറില്ലേ, എല്ലാ കൂട്ടായ്മയും വളർത്തുന്ന കൂട്ടായ്മയല്ല. പല കൂട്ടായ്മകളും ഉണ്ട്, എന്നാൽ ചില കൂട്ടായ്മ നമ്മളെ വളർത്തുന്നതാണ്. ഇതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയാണ്. കർത്താവേ, എന്നെ നല്ലൊരു കൂട്ടായ്മയിലേക്ക് കൊണ്ട് എത്തിക്കണം. കാര്യം നമ്മുടെ അടിസ്ഥാനം കൂട്ടായ്മയാണ്. കാര്യം നിങ്ങൾ കേൾക്കുന്ന നല്ല വചന വ്യാഖ്യാനമാണ് നിങ്ങളെ വളർത്തുന്നത്. നല്ല വചന വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം, തെറ്റായ വ്യാഖ്യാനമുണ്ട്. നല്ല വചനം, എല്ലാ വചനവും നല്ലതാണ്, പക്ഷെ വചനത്തിൻ്റെ നല്ല വ്യാഖ്യാനം നിങ്ങൾ കേൾക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഇവിടെയാണ് നിങ്ങൾ അറിയേണ്ടത്, അകത്ത മനുഷ്യൻ.
അപ്പം നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, നമ്മുടെ ഇടയിൽ നടക്കുന്ന ദൈവപ്രവർത്തികൾ നമുക്ക് ദൈവകൃപയാൽ ഉദാഹരണമായിട്ട് എടുക്കുവാൻ തക്കവണ്ണം ഒത്തിരി കാര്യങ്ങളെ നമ്മുടെ ഇടയിൽ തന്നെ പ്രത്യക്ഷമായി വെറും ഒരു പ്രാർത്ഥന പോലെ പോകാതെ പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തികളെ നമ്മുടെ നടുവിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളെ കാണാനും അനുഭവിക്കുവാനും, കേൾക്കുക മാത്രമല്ല കാണാനും അനുഭവിക്കുവാനും കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ, ഈ വ്യക്തിക്ക് വളർച്ച ലഭിക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളെ ഏറ്റെടുക്കുവാനുള്ള ശക്തിയില്ല, അതിനെ ഉൾക്കൊള്ളുവാനോ അതിനെ പിടിച്ചെടുക്കുവാനോ ശക്തിയില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്, ദൈവം നമ്മോട് ഇടപെടുന്നുണ്ട്, എനിക്കത് മനസ്സിലാകുന്നില്ല. ഇന്നലെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. 1 വയസ്സുള്ള കൊച്ചിനോട് ഞാൻ പോയി പറയുകയാണ് 2ാം ലോക മഹായുദ്ധത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് ഞാൻ 1 വയസ്സുള്ള കൊച്ചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ ചിരിക്കും, അല്ലെങ്കിൽ കരയും, അല്ലെങ്കിൽ അതിൻ്റെ ചേഷ്ടകൾ കാണിച്ചുകൊണ്ടേയിരിക്കും. അതിന് വളർച്ച, അതിൽ 20 വയസ്സായി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു 16 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ശ്രദ്ധിച്ചോണം, കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്കൊരു കപ്പാസിറ്റി ആവശ്യമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥനയിൽ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് അതേ ഗ്രേഡിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, അതേപോലെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടൊരു മാറ്റം ഉണ്ടാകുന്നില്ല? ശ്രദ്ധിച്ചോണം, കർത്താവ് ശക്തനാണ്, ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്, ശക്തമേറിയ ദൂതന്മാരെപ്പറ്റി നാം കേൾക്കുന്നുണ്ട്, വലിയ ദൈവപ്രവൃത്തിയെപ്പറ്റി നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ല? എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ദൈവസന്നിധിയിൽ? ഉണ്ടെങ്കിൽ കേട്ടോണം, അതിൻ്റെ അർത്ഥത്തിലേക്ക് വരുവാണ്. ഇപ്പോൾ ജനിച്ച ശിശുവായിരിക്കുന്ന നിങ്ങളുടെ അകത്ത മനുഷ്യൻ വളർച്ച പ്രാപിക്കണം. അപ്പോൾ എങ്ങനെയാണ് വളർച്ച പ്രാപിക്കുന്നത്? ഒന്ന് പൗലോസ്ലീഹ പറയുകയാണ്, അകത്ത മനുഷ്യനെ ബലപ്പെടുത്തണമെങ്കിൽ ഒന്ന് വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് നാം വളരണം. അപ്പോൾ എങ്ങനെയാണ് വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് നാം വളരുന്നത്? ഒന്ന്, വചനവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം വേണം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് കയറാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് സാഹചര്യമുണ്ട്, എല്ലാ സാഹചര്യമുണ്ട് പ്രാർത്ഥനയ്ക്ക് കയറാം, പക്ഷേ തോന്നുന്നില്ല, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആത്മമനുഷ്യൻ വളരെ ചെറുതാണ്. വിശക്കുന്നവന് മാത്രം. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിപ്പം 3 ദിവസം നിങ്ങൾക്ക് ഞാൻ ആഹാരം തരാതെ നിങ്ങളെ പെരയ്ക്കകത്ത് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ 4ാം ദിവസം ഞാൻ നിങ്ങളുടെ വീട് തുറന്നാൽ, നിങ്ങളുടെ റൂം തുറന്നാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ പിടിച്ച് തിന്നിരിക്കും, അല്ലേ? കാരണം പരവേശം കൊണ്ട് നിങ്ങൾ വിശന്ന് 3 ദിവസം വെള്ളവും തരുന്നില്ല, ആഹാരം തരുന്നില്ലെങ്കിൽ തുറക്കുന്ന ആളെ ചിലപ്പോൾ നമ്മൾ പിടിച്ച് തിന്നുന്നവരെ ഇരിക്കും. പറയാൻ പറ്റത്തില്ല, അല്ലേ? വിശപ്പ് കൊണ്ട് മനുഷ്യൻ എന്തൊക്കെ ചെയ്യും? അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ഇപ്പം ഒരു പാട്ടോ ഒരു പ്രാർത്ഥനയോ ഒരു വചനവും കേൾക്കുമ്പം ഇത് മതി, ഇതിൻ്റെ അപ്പുറം ഒന്നും തോന്നുന്നില്ല, പ്രാർത്ഥന കൂടാനോ വളരാനോ നിങ്ങൾക്ക് ആഗ്രഹം വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആത്മമനുഷ്യൻ വയറ് നിറയുന്നുണ്ട്. ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഒരു ബൈബിൾ വായിക്കുമ്പോൾ, ഒരു വചനം കേൾക്കുമ്പോൾ വയറ് നിറയുമ്പോൾ നമുക്ക് തോന്നൽ വരത്തില്ല. ഇപ്പോൾ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരാളോട് പറയാം നമുക്കൊരു ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞാൽ പുള്ളി പറയും, ഇപ്പോൾ വേണ്ട, വയറ് ഫുള്ളാണ്. പക്ഷെ നിങ്ങൾക്ക് പിന്നെയും ടെൻഡൻസി വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് വിശപ്പ് വരുന്നുണ്ട്. അപ്പോൾ വിശപ്പ് എന്തിനാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത മനുഷ്യൻ എവിടെയൊക്കെയോ വളരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റും ബൈബിൾ പറയുന്നു, നിൻ്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എന്നെ വീഴാതെ വണ്ണം സപ്പോർട്ട് ചെയ്യുവാൻ എനിക്ക് ചുറ്റും ദൂതന്മാരുണ്ട്. പക്ഷെ എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിൻ്റെ കാരണം എനിക്കിപ്പോഴും 1 വയസ്സുള്ള കൊച്ചിൻ്റെ കണ്ണായതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് കേട്ടോണം എങ്ങനെ വളരാം. ഇവിടെ നിങ്ങൾ താഴേക്ക് നോക്കിയാൽ ഞാനൊരു ഒരു വാക്യത്തിലേക്കൊന്ന് പോകാം. ഇവിടെ നമ്മൾ താഴേക്ക് വരുമ്പോഴേക്കും ബൈബിളിലൊരു വാക്യമുണ്ട്, നിങ്ങൾക്ക് പലപ്പോഴും കിട്ടിക്കുന്ന വാക്യമാണ്. ഇത്രയും പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, സ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ന് നിങ്ങൾ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം, ശ്രദ്ധിച്ച, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങൾ, പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. അതിനുവേണ്ടി പൗലോസ് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതൊന്ന് ശരിയായാൽ മതിയായിരുന്നു, എങ്ങനെയും ഒന്ന് കയറി വന്നാൽ മതിയായിരുന്നു. എന്നിട്ട് പറയുകയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനും സഭയിലും ക്രിസ്തുവേശുവിൽ എന്നേക്കും തലമുറകളായി മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ നിങ്ങൾ നോക്കിക്കോണം, ഇവിടെ വചനം പറയുകയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ
നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. നാം ചോദിക്കുന്നതിലും, അതിൻ്റെ അർത്ഥം ഞാനൊരു കാര്യം ചോദിച്ചാൽ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, അതിനേക്കാളും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. അപ്പോൾ ബൈബിൾ പറയുന്നു, നമ്മൾ ചോദിക്കുന്നതിനും ചിന്തിക്കുന്നതിലും സ്വപ്നം കാണുന്നതിലും അപ്പുറമായി ചെയ്യുന്ന ഒരു കർത്താവ് നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബ്രദർ, ഇതെല്ലാം കേട്ടിട്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് കാണാൻ കഴിയുന്നില്ല? ഇനി ശ്രദ്ധിച്ചോണം, ഇത് കാണണമെങ്കിൽ നിങ്ങൾ ഈ വാക്ക് നോക്കി, നാം ചോദിക്കുന്നതിലും. അപ്പോൾ ചിലർ ചിന്തിക്കും എല്ലാം കിട്ടുമോ? ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്രായപൂർത്തിയാകണം. പ്രായപൂർത്തിയായവർക്കാണ് ഈ ഒരു വാക്യത്തെപ്പറ്റി പറയുന്നത്. എന്നാൽ നാം ചോദിക്കുന്നതിലും. അപ്പോൾ ഞാൻ ചോദിക്കേണ്ടത് എന്തെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടാകണം. ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേഗത്തിലൊന്ന് പരിചയപ്പെടുത്താം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം, ഈ വാക്യം നിങ്ങൾ നോക്കി. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നിലും, നിങ്ങൾ യോഹന്നാൻ്റെ 15:7 വാക്യം നോക്കി, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത്, അതിൻ്റെ അടുത്ത് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുക എന്നല്ല, ചോദിക്കുക എന്നാണ് ഇംഗ്ലീഷ് വരുമ്പോഴേക്കും, അത് കിട്ടും. ശ്രദ്ധിച്ചോണം, അത് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ എഫേസ്യ ലേഖനത്തിൻ്റെ അകത്ത് പറയുകയാണ് നാം ചോദിക്കുന്നതിലും നിനക്കുന്നില്ല. അപ്പോൾ എങ്ങനെ ചോദിക്കണം? ഒരുവൻ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന. അപ്പോൾ വചനത്തിൻ്റെ അകത്ത് നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാകണം. ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇച്ഛിക്കുക എന്നുള്ളതിന് നല്ലൊരു മലയാളം വാക്കെന്ന് പറഞ്ഞു തന്നെ. ഇച്ഛിക്കുക എന്നുള്ളതിൻ്റെ നല്ലൊരു മലയാളം വാക്ക് പറഞ്ഞേ. അപ്പം ഞാൻ പറഞ്ഞ വാക്കുമായിട്ട് നല്ല സാമ്യമുണ്ടല്ലേ? അപ്പം ആഗ്രഹിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങൾ കേൾക്കുന്ന വചനത്തിൻ്റെ അകത്ത് നിങ്ങൾക്കൊരാഗ്രഹം വരുന്നില്ല. അപ്പോൾ ശ്രദ്ധിച്ചോണം, വചനം കേൾക്കുമ്പം നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരുവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം വന്നാൽ നിങ്ങളുടെ അകത്ത് പലപ്പോഴും നമ്മൾ ഈ വചനം കേൾക്കുന്നത് എങ്ങനെയാണ്? കർത്താവേ, അങ്ങയുടെ വചനം വായിക്കുമ്പോൾ എനിക്കൊരു ആശ്വാസം വരുന്നുണ്ട്, എനിക്കൊരു സന്തോഷം വരുന്നുണ്ട്, നല്ലതാണ് കേട്ടോ. പക്ഷേ ആഗ്രഹം വരുന്നുണ്ടോ? എന്താണ് ഈ ആഗ്രഹം എന്ന് പറഞ്ഞാൽ? ഒരു നല്ലൊരു അതിൻ്റെ ഒരു മീനിങ് ഒന്ന് പറഞ്ഞു. ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. എനിക്ക് നല്ലൊരു വാക്ക് എൻ്റെ അടുത്ത് കിട്ടി, താല്പര്യം. ആഗ്രഹിക്കുന്നു, എൻ്റെ അകത്ത് ഒരു താല്പര്യം നമുക്കുണ്ടാകുക. അപ്പോൾ എന്താണ് ഇവിടെ താല്പര്യം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? അപ്പോൾ കർത്താവ് പറയണം, എൻ്റെ വചനം നിങ്ങളുടെ അകത്ത് വന്നാൽ ആഗ്രഹം അഥവാ ഇച്ഛിക്കുക അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവുക. ഒരു താല്പര്യം. നിങ്ങൾ പറയത്തില്ലേ, എനിക്കൊരു കാർ മേടിക്കാൻ ഒരു താല്പര്യമുണ്ട് അഥവാ ആഗ്രഹമുണ്ട്, ഒരു വീട് മേടിക്കാൻ ഒരു താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഒരു ആഗ്രഹമുണ്ട്. അതായത് ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ആഗ്രഹം, അതിൻ്റെ അകത്തൊരു സ്രോതസ്സുണ്ട് അല്ലേ? നിങ്ങളിപ്പം ഓടിപ്പോയിട്ട് ചിന്തിക്കുക, അമേരിക്കയിലൊരു വൈറ്റ് ഹൗസ് മേടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? അല്ലെങ്കിൽ ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരം മേടിക്കാൻ ആഗ്രഹിക്കുമോ? ഇല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ് മേടിക്കാൻ ആഗ്രഹിക്കുമോ? താജ്മഹൽ മേടിക്കാൻ ആഗ്രഹിക്കുമോ? ഇച്ഛിക്കുമോ? ഇല്ല. അതിൻ്റെ കാര്യം എന്തുവാ? നമുക്കൊരു കപ്പാസിറ്റി നമുക്കറിയാം. നമ്മളൊരു വീട് മേടിക്കാൻ ആഗ്രഹിക്കും, പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റ് മേടിക്കാൻ ആഗ്രഹിക്കത്തില്ല. താജ്മഹൽ മേടിക്കാൻ നമ്മൾ ആഗ്രഹിക്കത്ത് പോലുമില്ല, സ്വപ്നം കാണത്ത് പോലുമില്ല. കാര്യം നമുക്കതറിയാം, ഒത്തിരി ഫോർമാലിറ്റി ഉണ്ട്, നടക്കുന്ന കാര്യമല്ല, അത് വേണ്ട. ഓക്കെ. പക്ഷെ ഒരു വീട് മേടിക്കാൻ ഒരു ആഗ്രഹം വരുന്നു. എവിടെ നിന്ന് വന്നു ഈ ആഗ്രഹം? ആ ആഗ്രഹം വന്നതിൻ്റെ ഉറവിടം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എവിടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സാധ്യത കഴിയുമെന്ന് എവിടെയോ ഒരു ചിന്ത, ഒരു വീട് മേടിക്കാൻ എന്നെക്കൊണ്ട് പറ്റും, അതുകൊണ്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ചിലർ പറയത്തില്ല, ഓ വീടൊന്നും നമ്മുടെ മനസ്സിൽ പോലുമില്ല. എന്താ അങ്ങനെ പറയുന്നത്? അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമെന്നുള്ളൊരു സ്രോതസ്സില്ല, ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരു കപ്പാസിറ്റി ഇല്ല. ആ നല്ല വാക്ക, ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പോൾ വചനം നിങ്ങളുടെ അകത്തൊരു കപ്പാസിറ്റി തരുന്നതാണ്. ശ്രദ്ധിച്ചോണം, ഒരു വ്യക്തിക്കകത്ത് വചനം വസിച്ചാൽ അവൻ്റെ അകത്ത് എന്തുണ്ടാകും? ആഗ്രഹമുണ്ടാവും. ഞാനിപ്പോൾ ഈ ആഗ്രഹം അല്ലാതെ നല്ലൊരു വാക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എന്തായിരുന്നത്? ആഗ്രഹം അല്ലാതെ ഒരു താല്പര്യമുണ്ടാവുക, ഒരു താല്പര്യമുണ്ടാവുക. ശ്രദ്ധിച്ചോണം, ഈ താല്പര്യം നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾക്കൊരു വളർച്ച വരണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വയസ്സുള്ളൊരു കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ പ്രകടിപ്പിക്കാൻ കഴിയത്തില്ല. അതിന് എന്തേലും കൊടുത്താൽ, നമ്മൾ കേട്ടില്ലേ, എന്തേലും കളിക്കാൻ ഇട്ട് കൊടുത്താൽ അതിട്ട് കളിച്ചുകൊണ്ടിരിക്കും.
6 മാസമുള്ള 1 വയസ്സുള്ള കൊച്ചുപിള്ളേർ എന്ത് ചെയ്യും? എന്തേലും കൊടുത്താൽ കളിക്കും. അതിന് ഇന്ന കളിപ്പാട്ടം വേണമെന്ന് ഒരു നിർബന്ധമില്ല, എന്തേലും കൊടുത്താൽ മതി. അപ്പം പല വിശ്വാസികളും ഇപ്പം എന്തേലും കിട്ടിയാൽ മതി, ബ്രദർ എനിക്ക് കൊണ്ടിന്ന് പ്രാർത്ഥിക്കണം, എന്തേലും എനിക്ക് പെട്ടെന്നൊന്ന് മതി. ഓർത്തോണം, നിങ്ങൾ അതിൽ നിന്ന് വളരണം. ഇനി ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ഈ ആഗ്രഹം അല്ല ഇച്ഛിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുക എന്നുള്ളത്, അത് നിങ്ങൾ ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും. യേശു പറഞ്ഞ വാക്കുകൊണ്ടോ, നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് എന്നോട് ചോദിക്കുമ്പോൾ, അപേക്ഷിക്കുക എന്നല്ല, ചോദിക്കുമ്പം അത് കിട്ടും. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം, ഇത് ചോദിക്കണമെങ്കിൽ എൻ്റെ അകത്ത് എന്തുണ്ടാകണം? ഒരു താല്പര്യം ഉണ്ടാകണം. ഈ താല്പര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ശ്രദ്ധിച്ചോണം, ഒരു വ്യക്തിക്കകത്ത് ഒരു താല്പര്യം ഉണ്ടാകുന്നത്, ഞാൻ പറഞ്ഞു, ഒരു ബേസ് നമുക്ക് വേണം, ഒരു സ്രോതസ്, ഒരു സോഴ്സ് നമുക്ക് വേണം. ഇപ്പം ഞങ്ങൾക്ക് ഉദാഹരണം പറയാം. നിങ്ങൾ പറയുകയാണ്, ബ്രദറെ എനിക്ക് ഫെബ്രുവരി നടക്കുന്ന മീറ്റിംഗ്, വേറെ ഏതോ രാജ്യത്തിരിക്കുന്നവരാണ് നിങ്ങൾ, ഫെബ്രുവരി നടക്കുന്ന മീറ്റിങ്ങിൻ്റെ അകത്ത് എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ സാലറി വെച്ച് കണക്ക് കൂട്ടിയാൽ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കയറാനോ ഫ്ലൈറ്റ് എടുത്ത് വരാനോ അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനോ എന്നെ കൊണ്ട് കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ഞാൻ ആ താല്പര്യത്തെ ഇപ്പം എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ബ്രദറിനെ കാണാൻ ഞാൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു, അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ ഇങ്ങനെ ചിന്തിച്ചു നോക്കി, എന്തുകൊണ്ട് ദൈവത്തിനത് കഴിഞ്ഞുകൂടാ? നമ്മുടെ ബേസ് ഒന്ന് മാറ്റിപ്പിടിക്കണേ. എനിക്ക് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത്, ഞാൻ ഉദാഹരണം പറയട്ടെ, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വരാനുള്ള കപ്പാസിറ്റി എൻ്റെ സാലറിക്കകത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ധനം എനിക്ക് വേണ്ടി ഉണ്ടല്ലോ. ബൈബിൾ പറയുന്നു, ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽ മക്കൾ ഉപയോഗിക്കുന്ന സ്രോതസ് എന്ന് പറഞ്ഞാൽ യഹോവയുടെ സമ്പത്താണ്. യഹോവയായ ദൈവം അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ബ്ലെസ്സിങ്ങുകളായിട്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ആ ഉദാഹരണം ഞാനിപ്പോൾ പറയുകയാണ്, നിങ്ങൾ എങ്ങനെ പറയും, കർത്താവ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടുള്ള കാര്യങ്ങൾ എൻ്റെ ദൈവം ഒരുക്കും. കാര്യം എൻ്റെ ദൈവത്തിന് ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. ആ സമ്പത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? വിശ്വാസ പ്രഖ്യാപനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തി ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ദൈവവചനത്തിൽ എന്ത് ചെയ്യുന്നു? ആശ്രയിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട് മേടിക്കാൻ ഒരു വ്യക്തി പറയും, എനിക്കൊരു പ്ലാൻ ഉണ്ട് ഒരു വീട് മേടിക്കാൻ. അപ്പോൾ ഒരാൾ ചോദിക്കും, അങ്ങനെ ഒരു ചോദ്യം നിങ്ങളോടൊരു വ്യക്തി പറഞ്ഞാൽ അടുത്ത ചോദ്യം നിങ്ങളുടെ എന്തായിരിക്കും? ആ വ്യക്തിയോട് എന്തായിരിക്കും? നമ്മൾ ചോദിക്കും, എത്രയാ നിങ്ങളുടെ ബഡ്ജറ്റ്? കണ്ടോ, ആ വ്യക്തി ഒരാഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഉടനെ നിങ്ങൾ ചോദിക്കും, എത്രയാ ബഡ്ജറ്റ്? അപ്പോൾ ബഡ്ജറ്റാണ് ഒരു വ്യക്തിയുടെ കപ്പാസിറ്റിയെ അളക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, അപ്പോൾ വചനമാണ് നിങ്ങളുടെ കപ്പാസിറ്റി. ഈ കപ്പാസിറ്റിക്കകത്തു നിന്നുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിച്ചോണം, ഈ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആഗ്രഹം എന്നുള്ള വാക്ക് എന്നെ പിന്നെയും വിട്ടുപോകുന്നത്. ഏതായിരുന്നു ആ വാക്യം പറഞ്ഞത് നിങ്ങൾ? താല്പര്യപ്പെടുന്നത് എന്ന് ഓർപ്പിച്ചോണ്ടിടയ്ക്ക് കേട്ടോ, താല്പര്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ ഒരു താല്പര്യം വേണം. ഇപ്പോൾ ഉദാഹരണം പറയുന്നു, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം, ഫിലിപ്പിയ ലേഖനമാണ്, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും. ഇതൊരു വചനമാണ്. അപ്പോൾ ഈ വചനം കയ്യിലിരിക്കുക. നിങ്ങൾ പറയുക, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഒരു കഴിവുമില്ല, ഞാൻ എന്തൊരു മണ്ടന, ഒരു ഗുണമില്ല, എന്നെക്കൊണ്ട് കർത്താവ് ഒരു പ്രയോജനമില്ല. ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നിങ്ങളിൽ വചനം ദഹിക്കുന്നില്ല. വചനം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല? ആ കേട്ട വചനം അതേപോലെ, നമുക്കറിയാം, ഒരു ആഹാരം ദഹിച്ചില്ല, അത് പോകുന്നത് എങ്ങോട്ടാണ് നമുക്കറിയാം അല്ലേ? വചനം കേട്ടിട്ട് അത് ദഹിക്കുന്നില്ല എങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ആ വചനവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറയും. നിങ്ങൾ പറയത്തില്ല, ഞാനൊരു മണ്ടന, ഒരു മണ്ടിയ, എന്നെ കൂട്ടൊന്നും കഴിയത്തില്ല. ഇനി വചനം ദഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി പറയും, എന്തുകൊണ്ട് എൻ്റെ യേശു മുഖാന്തരം എനിക്കത് പറ്റും? യേശു മുഖാന്തരം എനിക്കത് പറ്റും. ഇനി കഴിവൊന്നും വലുതായിട്ടില്ലെന്ന് എനിക്കറിയാം, പക്ഷേ യേശു മുഖാന്തരം അത് കിട്ടും. അങ്ങനെയുള്ളവർക്കാണ് വചനമകത്ത് നന്നായിട്ട് ദഹിച്ചു, നല്ല പ്രോട്ടീനായിട്ട് അത് മാറിയിരിക്കുന്നു. ഇതാണ് യേശു പറഞ്ഞത്, ഒരു വചനം എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. ഇത് ക്രിസ്തു എന്ന വചനത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ പോലും നമുക്ക് വചനത്തെ, യേശു എന്ന വചനത്തെ വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയും, വേർപിടിപ്പിക്കുവാൻ കഴിയും. അപ്പോൾ നിങ്ങളിലൊരു വചനം വന്നു കഴിഞ്ഞാൽ ആ വചനപ്രകാരം നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് ആ വചനം പിടിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾ വളർന്നത്.
നിങ്ങൾ 1 വയസ്സുള്ള കൊച്ചിന് ഇച്ചിരി നല്ല കട്ടിയുള്ള ആഹാരം കൊടുത്തു നോക്കി, ഒന്നെങ്കിൽ അതിന് വയറിന് വേദന വരും, അല്ലെങ്കിൽ അതിന് വയറ്റിന് ബുദ്ധിമുട്ട് വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോകേണ്ടി വരും. കാര്യം കപ്പാസിറ്റി ഇല്ല. വചനം വന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ വചനപ്രകാരം സംസാരിക്കുവാൻ കഴിയത്തുള്ളൂ. ശ്രദ്ധിച്ചോണം. അങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോൾ യേശു പറയുകയാണ്, ഒരുവൻ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും, ഇവിടെ എന്തെങ്കിലും എന്നുള്ള അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ളത്, ആ വചനപ്രകാരം ഒരു താല്പര്യം ഉണ്ടായി, അതെന്നോട് ചോദിക്ക്, നിനക്കത് കിട്ടും. അതെന്നെ അങ്ങനെ പറയാൻ കാരണമെന്നറിയാവോ? ആ വചനപ്രകാരം ഒരു വ്യക്തി ചോദിച്ചാൽ ദൈവത്തിനത് തരാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഴയ നിയമം വായിക്കുന്ന സമയത്ത് പുറപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് ദൈവം പലപ്പോഴും മോശയും ദൈവവും തമ്മിലുള്ള സംഭാഷണം നോക്കിയാൽ അറിയാൻ പറ്റും. മോശ ദൈവത്തോട് പറയുന്ന വാക്കിന്, കർത്താവേ നീ ജനത്തെ കളയരുത്. കാരണം എന്നാ, കാര്യം പിറുപിറുക്കുന്ന ആളുകളൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അങ്ങേ വിശ്വസിച്ച് വാക്ക് കേട്ട് പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശം ഉണ്ടെന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട് വലിയ താല്പര്യത്തോടെ, വലിയ ആഗ്രഹത്തോടെ, വലിയ സ്വപ്നത്തോടെ ഇറങ്ങി വന്ന ഒരു കൂട്ടർ എൻ്റെ അകത്തുണ്ട്. അവർക്കിത് കിട്ടിയേ പറ്റത്തുള്ളൂ. കണ്ടോ? അപ്പം വചനപ്രകാരം ഒരു വ്യക്തി സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ അവൻ്റെ മുമ്പിൽ വഴികൾ തുറന്നു വന്നുകൊണ്ടേയിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ ഒരു വ്യക്തിക്ക് അകത്ത മനുഷ്യൻ എങ്ങനെ ബലപ്പെടുത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വെറുതെ വചനം വായിക്കില്ല, ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. 2 വാക്യം വായിച്ചിട്ടുള്ളൂ, ആ വാക്യം ഒന്ന് കുറച്ച് നേരം ഒന്ന് ചിന്തിച്ച് ഒന്ന് അയവിറക്കുക. പശുവൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പുല്ല് കഴിച്ചിട്ട് അയവിറക്കുന്നത് പോലെ ആ വചനം ഒന്ന് ചിന്തിച്ച്, എന്തുകൊണ്ട് ഈ വചനത്തിലുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിക്കൂടാ? ഇപ്പോൾ ഉദാഹരണം പറയാം, നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ആ വചനം പറഞ്ഞിട്ട് ആ വചനപ്രകാരമുള്ള കാര്യങ്ങളെ ഒന്ന് കാണണം. വിശ്വാസത്താൽ കേട്ട വചനത്തെ, പറയുന്ന വചനത്തെ, വിശ്വസിക്കുന്ന വചനപ്രകാരം നിങ്ങളൊന്ന് കാണണം. ഇപ്പം ഉദാഹരണമായിട്ട് പറയാം, നിങ്ങൾക്കിപ്പം വിദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പിന്നെ സ്വപ്നമൊക്കെ കാണുന്നത് കണ്ടിട്ടുണ്ടോ? വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ എയർപോർട്ടിലിരിക്കുന്നതും ഫ്ലൈറ്റിലേക്ക് കയറുന്നതും അവിടെ ചെല്ലുന്നതും ജോലി കിട്ടുന്നതും പലരും കാണുന്ന നേരെ ഓപ്പോസിറ്റൊക്കെ ആയിരിക്കും. പലരും കണ്ണ് വെക്കുന്നതും ജോലി നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ ആയിരിക്കും പലരും കാണുന്നത്. പക്ഷെ നല്ല സ്വപ്നം കാണുന്നവരുമുണ്ട്. അപ്പം നമ്മൾ പോലും അറിയാതെ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. എങ്ങനെ കാണാൻ തുടങ്ങി? ആ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വന്നപ്പോൾ തന്നെ നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ വരാൻ പോകുന്ന, നിങ്ങൾക്ക് മുമ്പിൽ തുറക്കാൻ പോകുന്ന ആ ഒരു കാര്യത്തെ ഇപ്പോൾ ഇരുന്നു കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? കാണുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തൊരു സന്തോഷം ഉണ്ടാവും. നിങ്ങളുടെ മനസ്സും ശരീരവും ഒന്ന് തണുക്കും. കാര്യം നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? വലിയൊരു സന്തോഷത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്? പ്രവേശിക്കാൻ വേണ്ടി പോകണം. അപ്പം ഒരു വ്യക്തി വചനം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, താല്പര്യപ്പെടുന്നത് എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? അപ്പം ഞാൻ ഈ താല്പര്യം എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലേ? ഇപ്പം ആഗ്രഹിക്കുക. ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതിൻ്റെ അർത്ഥം, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, എനിക്ക് നല്ലൊരു മൊബൈൽ ഫോൺ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു മൊബൈൽ ഫോൺ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ആഗ്രഹം ഇങ്ങനെ വന്നു. അപ്പോൾ ആഗ്രഹം വന്ന സമയത്ത് ഇപ്പം ഞാൻ ദൈവത്തിനൊരു പ്രവൃത്തി ഞാൻ പറഞ്ഞു തരാവേ. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. അത് പറയുവാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മൾ ഈ സൂം മീറ്റിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം 2016-17 സമയത്തൊക്കെ ആയിരുന്നു, എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഈ ലൈവ് വീഡിയോസൊക്കെ ചെയ്യുവാനും ഇങ്ങനെ മീറ്റിംഗ് ചെയ്യാൻ വേണ്ടി വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ആദ്യം മൊബൈൽ ഫോണിലേക്കായിരുന്നു നമ്മളിങ്ങനെ വീഡിയോസൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം പിന്നീട് അത് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, കുറച്ചും കൂടെ ഒരു നല്ല ക്യാമറ തപ്പി നടന്നു. അപ്പോൾ ക്യാമറ ആ സമയത്ത് തപ്പി നടന്നപ്പോൾ 2016 അത് മേടിക്കാനുള്ളൊരു തുക നമ്മുടെ കയ്യിൽ ആ സമയത്ത് വലിയ സ്വപ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ ആഗ്രഹമാണ്. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ആഗ്രഹിക്കുക. എനിക്ക് ആഗ്രഹം ചെന്ന് വിട്ടത് അവസാനം കുഞ്ഞൊരു ക്യാമറ ഞാനത് മേടിച്ചു. അത് വെച്ചാണ് നമ്മൾ 2016 മുതൽ ഫേസ്ബുക്കിലൊക്കെ 15 മുതലൊക്കെ ഇങ്ങനെ മീറ്റിംഗ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിങ്ങനെ ചെയ്യാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ കപ്പാസിറ്റിയൊക്കെ തീർന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മുടെ മനസ്സിലെ ആഗ്രഹത്തെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ വീണ്ടും പറയാം, നിങ്ങളിങ്ങനെ ചുമ്മാ വെറുതെ ഇരിക്കരുത്. ഉദാഹരണം പറഞ്ഞാൽ, കർത്താവ് എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കരുത്. നമ്മൾ വിശ്വാസത്താൽ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മുമ്പിൽ സാധ്യത തുറന്നു വരും. ഞാൻ ചുമ്മാ പറയുകയല്ല, ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു. അങ്ങനെ നമുക്കൊരു ക്യാമറ കിട്ടി. ഒരു ഉദാഹരണം പറഞ്ഞ വലിയൊരു ക്യാമറ കിട്ടി. ആ കാലത്ത്
ആ ക്യാമറ പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുമായിരുന്നു, ഈ നമ്മുടെ മീറ്റിംഗ് ഫെബ്രുവരി മീറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പം ഈ നമ്മൾ പുതിയ ക്യാമറ നമ്മൾ അതിന് വേണ്ടി എടുക്കുക, നമ്മുടെ ലൈവിന് വേണ്ടി പുതിയ ക്യാമറയും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ തന്നെ സ്വന്തം ലൈവാണ് വരുന്നത്, പുറത്തുനിന്നല്ല. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ കടന്ന ഒരു താല്പര്യത്തെ അത് തട്ടിക്കളയാതെ കർത്താവിനാൽ അത് കഴിയുമെന്ന് വിശ്വസിച്ച് ഓരോ സ്റ്റെപ്പുകൾ നാം എടുത്തു വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ബൈബിളിലുള്ള അനുഗ്രഹങ്ങളെ തുറക്കുന്ന ചില കീകളുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ എഴുതപ്പെട്ടിരിക്കുന്ന ബൈബിൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റണമെങ്കിൽ ചില കീ ഉണ്ട്. ആ കീ ഇട്ട് തുറക്കുന്നാൽ ഇതെല്ലാം ഓപ്പണായിട്ട് വരും. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതിനെ പെട്ടെന്ന് നോക്കിയാൽ കാണത്തില്ല. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ ആഗ്രഹിച്ചു, ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഈ ആഗ്രഹം മാത്രം നിങ്ങളിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കും? ഒന്നുകൂടെ ഞാൻ പറയാം, എങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കും. ഒന്ന്, നിങ്ങൾ യേശു പറയണം, നിങ്ങളിൽ വസിക്കണം. അപ്പോൾ ഈ ഒരു സംഭവം വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളിൽ ആ കാര്യം, ഏത് വചനമാണോ കേട്ടത് ആ വചനം സ്ഥിരമായിട്ടിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, സ്ഥിരമായിട്ട് ആ വചനം ഇരിക്കണം. എന്നിട്ട് പറയണം, ആ വചനപ്രകാരം ആഗ്രഹിക്കണം. ഇപ്പോൾ ഒരു 30 ലക്ഷം രൂപ എനിക്ക് ഏകദേശം ഒരു സാധ്യതയുണ്ട്. ലോൺ ആയിക്കോട്ടെ, ആരെങ്കിലും തരുന്ന പൈസ ആയിക്കോട്ടെ, 20 ലക്ഷം രൂപ എൻ്റെ ബാങ്കിൽ അക്കൗണ്ടിൽ കിടപ്പുണ്ടായിക്കോട്ടെ. ഇത് കിടക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഒരു വീട് മേടിച്ചാൽ കൊള്ളാം. ആരോ പറഞ്ഞു 30 ലക്ഷം രൂപ ലോൺ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ആഗ്രഹം, വീട് മേടിക്കാം. സുഹൃത്ത് പറഞ്ഞു, എത്രയാണ് നിൻ്റെ ബഡ്ജറ്റ്? 30 ലക്ഷം ഏകദേശം ഒപ്പിക്കാം. നോക്കിക്കേ, അപ്പം ആ കിടക്കുന്ന 30 ലക്ഷത്തിൻ്റെ അകത്തുനിന്ന് ഒരാഗ്രഹം, ഒരു താല്പര്യം എനിക്ക് ഉണ്ടായി വന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ വചനപ്രകാരം ചിന്ത അകത്തോട്ട് കയറണം. അങ്ങനെ ചിന്തിക്കണം. അപ്പം നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്തുവാ? കിട്ടിയാൽ കിട്ടി, പ്രാർത്ഥിക്ക് ബ്രദറെ, ദൈവഗീതമാണ് കിട്ടട്ടെ. കണ്ടോ, ദൈവഗീതമാണ് കിട്ടട്ടെ. അപ്പോൾ നിങ്ങൾക്കും പ്രതീക്ഷയില്ല, പ്രാർത്ഥിക്കുന്നയാൾക്കും വലിയ പ്രതീക്ഷയില്ല. ഉടനെ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങയുടെ ഗീതം പോലെ എല്ലാം നടക്കട്ടെ. അതിൻ്റെ കാര്യമൊന്നും, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യം എന്നറിയോ? നിങ്ങൾക്ക് വിശ്വാസമില്ല നടക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അകത്ത് വചനം ഉണ്ടെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാകണം. ഒന്നുകൂടെ ഞാൻ പറയാം, വചനം അകത്തുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് നിങ്ങൾ വരുത്തണം. അപ്പോൾ എങ്ങനെയാണ് കോൺഫിഡൻസ് വരുന്നത്? കോൺഫിഡൻസ് നിങ്ങളിൽ വരുന്നത് നിങ്ങൾ ആ വചനപ്രകാരം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ. ഞാനത് ഇനി മറ്റേ നമ്മൾ FAC ലേഖനത്തിലേക്ക് ഒന്ന് മടങ്ങി വരാവേ. ഇവിടെ നിങ്ങൾ നോക്കി, നാം ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. ഇവിടെ നിങ്ങൾ നോക്കിയേ, അപ്പം നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നാം ചോദിക്കുന്നതും ചിന്തിക്കുന്നതിലും അപ്പുറമായി ചെയ്യുവാൻ. അപ്പം ആര് ചെയ്ത് തരും? ഒന്ന് പറ. ആരാണ് നിങ്ങൾ ചോദിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യത്തിൻ്റെ അതിൻ്റെ ഏറ്റവും വലുത് ചെയ്ത് തരുന്ന ആരാ? പറ. അതെ, ദൈവം, അഥവാ ദൈവം പരിശുദ്ധ ആത്മാവിലൂടെ നിങ്ങളിലുണ്ട്. അപ്പൊ ചെയ്യുവാൻ റെഡി ആയിട്ടുള്ള പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ദൈവം, അല്ലെങ്കിൽ കർത്താവ് ചെയ്യുവാൻ. ഇപ്പം നിങ്ങൾക്ക് എന്നാ സംഭവം? നിങ്ങൾ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ദൈവസന്നിധിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. യോഹന്നാൻ നോക്കിയേ, നിങ്ങൾ ദൈവവചനം വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് പറഞ്ഞു. അപേക്ഷിക്കുക എന്നല്ല, ചോദിക്കുക. ഇത് നിങ്ങൾ കാണുന്നില്ല. നമ്മളിപ്പോൾ കർത്താവേ, എൻ്റെ കൊച്ചിൻ്റെ കാര്യം നടക്കണം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നടക്കണം, എൻ്റെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകണം. പക്ഷെ നിങ്ങളുടെ അകത്ത് ചോദിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? വചനം വസിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ, ഞാൻ ഇപ്പോൾ ബ്രദറിനേക്കാളും കൂടുതൽ വചനം വേണം, ഇപ്പം കാണാപ്പാടം പറയാം. ബ്രദർ തോറ്റുപോകും വചനം പറഞ്ഞാൽ. അത്രയ്ക്കും വചനം ഇപ്പം എൻ്റെ മനസ്സിലുണ്ട്. വേണമെങ്കിൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയ പ്രസംഗങ്ങൾ മുഴുവൻ ഇപ്പോൾ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ബ്രദറിന് തരാം. ഞാൻ പറയുന്ന ആ കാര്യമല്ല കേട്ടോ. നിങ്ങളിൽ വസിക്കുന്ന വചനത്തെ, ഞാൻ ഇന്നലെ അതാണ് പറഞ്ഞത്, ഈ ദൈവത്തിൻ്റെ വചനം, ഞാൻ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞു തന്നു. ഈ ആടിനെയും ഇടയനെയും പറ്റി ഞാൻ ഉദാഹരണം പറഞ്ഞായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഒരാളൊന്ന് പറഞ്ഞ്, എങ്ങനെയായിരുന്നു ആടിനെയും ഇടയനെയും പറ്റി യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ള വാക്യം ധ്യാനിക്കുന്നത്? ഒന്ന് പറഞ്ഞു തന്നെ. ആടിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അത് ഇടയൻ സാധിച്ചു കൊടുക്കും. ആടിന് വെള്ളം വേണമെങ്കിൽ എല്ലാം ഇടയനാണ് കറക്റ്റ് സമയത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഇന്നലെ നമ്മൾ കേട്ടു യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല നമ്മൾ കേട്ടു. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നമുക്കൊരു സ്വോത്രവും ഹാലേലിയൊക്കെ വന്നു. പക്ഷെ നമ്മൾ ആ വചനത്തെ കുറച്ച് നേരം ആ സോഫയിലോ കസേരയിലോ നിലത്തോ എവിടെ ആയിക്കോട്ടെ
ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ഇരുന്നേ, എന്നിട്ട് ഉറങ്ങരുതേ, ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ചിന്തിച്ച് യഹോവ മനസ്സിലൊന്ന് പറ, മനസ്സിൽ പറയണം, വാഗൊണ്ട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, പയ്യെ വേണേ, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ എന്നെ നടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിലേക്ക് എന്നെ കിടത്തും. എന്നൂടെ പറഞ്ഞ് യഹോവ എൻ്റെ ഇടയൻ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് യഹോവ ഇടയൻ, ഞാൻ ആട്, പച്ചയായ പുൽപ്പുറം എനിക്കാണ് ആവശ്യം, യഹോവയ്ക്കല്ല. ഇടയന് പുല്ലിൻ്റെ ആവശ്യമില്ല, ഇടയന് സ്വസ്ഥതയുടെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ആവശ്യമുള്ളത് ആടിനാണ്. ഞാൻ ആടാണ്, യഹോവ എൻ്റെ ഇടയനാണ്. ഇനി പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് ഞാൻ ഓടിച്ചെന്നാൽ ചെന്നായ്ക്കൾ എന്നെ വലിച്ചു കയറും, സിംഹങ്ങൾ എന്നെ വലിച്ചു കയറും, കരടികൾ എന്നെ കടിച്ചുകൊണ്ട് പോകും. എനിക്ക് ഇടയൻ്റെ സപ്പോർട്ട് വേണം. ഇടയൻ പറയുന്നു ഞാൻ റെഡിയാണ്, ഞാൻ നിൻ്റെ ഇടയനാണ്. അപ്പം കർത്താവ് എൻ്റെ ഇടയനായതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവനെ നടത്തും. ഇനി നമ്മുടെ റിയൽ ലൈഫിലേക്ക് വന്നാൽ നമ്മൾ വിശ്വാസി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ, ദൈവം നമ്മൾ ചോദിക്കുന്നു, അപ്പോൾ എങ്ങനെ ഈ ഇടയനും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വരും? ആടും ഇടയനും ഒക്കെ ഓക്കെ, നമ്മളുമായിട്ട് എങ്ങനെ ബന്ധം വരും? ഉടനെ നിങ്ങൾ വീണ്ടും കണ്ണടയ്ക്കണം. എന്നിട്ട് കണ്ണടച്ചിട്ട് യേശു ക്രിസ്തുവാകുന്ന ഇടയൻ, ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ ദൈവമാകുന്ന ഇടയൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പച്ചയായ പുൽപ്പുറം, അതായത് എൻ്റെ അനുഗ്രഹം എന്നുള്ളത് വചനമാണ്. ഈ വചനമാണ് ആ പുൽപ്പുറം. ഈ വചനം എന്നിലേക്ക് അനുഗ്രഹമായി മാറുന്നു. എങ്ങനെ മാറുന്നു? ഈ ദൈവം എനിക്ക് വേണ്ടി ഈ വചനത്താൽ ഒരു അനുഗ്രഹമുണ്ട്. അപ്പം വചനത്തെ കയറി അങ്ങോട്ട് വട്ടം പിടിക്കണം. എന്നിട്ട് നിങ്ങൾ ഇന്നു മുതൽ ആ വചനപ്രകാരം ഒരു 2-3 മിനിറ്റ് എല്ലാ ദിവസവും ഒന്ന് ചിന്തിക്കണം. എങ്ങനെ ചിന്തിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആ വചനം കേട്ട്, ഇപ്പം എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം നിങ്ങൾക്കിപ്പം ഉദാഹരണമായിട്ട് പറയാം, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, വല്ലാത്തൊരു മാനസികാവസ്ഥ എനിക്ക് ഇപ്പം എനിക്കുണ്ടായൊരു സാക്ഷ്യം ഞാൻ പറഞ്ഞു തരാവേ. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഈ ദിവസങ്ങളിൽ നിരാശയിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു അനുഗ്രഹമായി തീരും. ഞാൻ ഏകദേശം ഒരു 2016 മുതലോ, എനിക്ക് തോന്നുന്നത് 16 അതിന് മുമ്പ് മുതലേ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാനൊരു കാർ ഷോറൂമിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ കാർ ഓടിച്ചും കാറുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ എനിക്ക് നല്ല ബന്ധമുണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കുറേ വർഷം ഞാൻ വണ്ടി ഓടിച്ച ആളാണ്, നന്നായിട്ട് വണ്ടി ഓടിച്ചു. അപ്പോൾ ഞാൻ കുറേ വണ്ടി ഓടിച്ചൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഈ രാജ്യത്ത് വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള സുവിശേഷമൊക്കെ പറഞ്ഞ് വലിയ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ്, അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഈസി ആയിട്ട് കാര്യം ഞാൻ ഓടിക്കുന്ന ആളാണ്, എനിക്ക് നന്നായിട്ട് ഓടിക്കാൻ അറിയാം, ഈസി ആയിട്ട് ചെയ്യും. കാര്യം അതുപോലെ 1 വർഷത്തോളം ഞാൻ ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ചുകൂടെ ഓടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കോൺഫിഡൻസിൽ ഞാൻ പോയി പരീക്ഷ എഴുതി. 1ാം പരീക്ഷയ്ക്ക് ഞാൻ പരാജയപ്പെട്ടു, 2ാം പരീക്ഷയ്ക്ക് ഞാൻ പരാജയപ്പെട്ടു. വീണ്ടും ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, പിന്നെയും പോയി 2ാം പ്രാവശ്യം പരാജയപ്പെട്ടു, 3ാം പ്രാവശ്യം പരാജയപ്പെട്ടു, 4ാം പ്രാവശ്യം പരാജയപ്പെട്ടു, 5ാം പ്രാവശ്യം പരാജയപ്പെട്ടു, 6ാം പ്രാവശ്യം പരാജയപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ബ്രദറാണോ ഞങ്ങളെ ശുശ്രൂഷിക്കുന്നത്? ചിന്ത വന്നില്ലേ? 1ാം പ്രാവശ്യം പരാജയപ്പെട്ടപ്പോൾ ഞാൻ കർത്താവെ, ഞാനിനി സൂമിലും പ്രസംഗിക്കുന്നില്ല, ഞാനിനി ആരോടും പ്രവചിക്കാനും പോകുന്നില്ല, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. എന്നെ പരിപാടിയാണ് കർത്താവ് എന്നോട് കാണിച്ചത്. എങ്കിലും ഒരു വിശ്വാസം, അടുത്ത തവണ അത്ഭുതം നടക്കും. അടുത്ത തവണ പോയി, ഒന്നും കിട്ടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, വൈകുന്നേരം 4 മണിക്ക് നമുക്ക് സൂം പ്രെയർ ഉണ്ടേ, ഞാൻ എന്നാ ചെയ്യും? നിങ്ങൾ പറ. കർത്താവെ എനിക്കറിയത്തില്ല. 3ാം പ്രാവശ്യം ഞാൻ അവിടെ ചെന്നു. 3ാം പ്രാവശ്യം ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞു തന്നു. അവിടെ തകർന്ന് അരിപ്പടമായി പരാജയപ്പെട്ടു പോയി. 4ാം പ്രാവശ്യം 2ാം പ്രാവശ്യം എന്നെ ഇവിടെ ഡ്രൈവിങ്ങിന് പോയ ആളിനോട് പറഞ്ഞു, നീ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. 2ാം പ്രാവശ്യം പുള്ളിക്കാരി പറഞ്ഞു, ഒരു ലേഡിയാണ്, നന്നായിട്ട് നീ, ഒരിക്കലും ഒരു കരീബിയൻകാരിയോ അല്ലെങ്കിൽ മൗറിഷ്യക്കാരിയോ എന്നുള്ള സഹോദരി, ആ സഹോദരനോട് പറഞ്ഞു, നീ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കറിയത്തില്ല എന്താ അവിടെ സംഭവിക്കുന്നത്. എനിക്കാണെങ്കിൽ പോരാട്ടമെന്നോ ബന്ധനമെന്നോ പിശാചെന്നോ എനിക്ക് ആ കാര്യം കേൾക്കുന്നതോ പറയുന്നതോ താല്പര്യമില്ല. അവസാനം 3ാം പ്രാവശ്യം അവർ പറഞ്ഞു, അവരുടെ റേറ്റിങ്ങിനെ ബാധിക്കും, നീ പിന്നെയും പരാജയപ്പെട്ടാൽ അത് വലിയ ബുദ്ധിമുട്ട്, അതുകൊണ്ട് നീ തന്നെത്താനെ പൊക്കോളാൻ പറഞ്ഞു. എന്നാലോചിച്ച് നോക്കി. അപ്പോൾ അവരെന്നെ കൈയൊഴിഞ്ഞു. 3ാം പ്രാവശ്യവും ഞാൻ പരാജയപ്പെട്ടു, 4ാം പ്രാവശ്യവും പരാജയപ്പെട്ടു. അപ്പോഴെല്ലാം നമ്മുടെ സൂം പ്രെയർ ഞാൻ നിങ്ങളെയൊക്കെ വൈകുന്നേരമാകുമ്പോൾ എനിക്കറിയത്തില്ല, ഒരു ധൈര്യവും ബലവും ഉണ്ടാവും. അത് വലിയ കൃപയാണ് കേട്ടോ. ആ ഒരു 3 മണി വരെ ഞാൻ നിരാശപ്പെട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക, കർത്താവേ ഞാൻ എങ്ങനെ എന്ത് ചെയ്യും? ഒന്ന് ആലോചിക്കും. നിങ്ങളോർക്കും കർത്താവ്, ഞാനതാ പറഞ്ഞു, നിങ്ങൾ മടുത്തു പോകരുത് കേട്ടോ.
അത്ഭുതം നടക്കും. അപ്പോൾ ഞാൻ 3 മണി വരെ ഞാൻ നിരാശനാണ്. 4 മണി, അതായത് ഇവിടുത്തെ സമയം കേട്ടോ, ഇവിടുത്തെ സമയം വെച്ച് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ സമയം നിങ്ങൾക്ക് 8 മണി വരെ, 8 മണി വരെ ഞാൻ നിരാശനാണ്. 9 മണിയാകുമ്പോൾ എനിക്ക് അറിയത്തില്ല ഒരു ധൈര്യം എവിടുന്ന് വരും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏകദേശം ഒരു നവംബറിന് മുമ്പ്, കഴിഞ്ഞ നവംബറിന് മുമ്പ് ഒരു 6 മാസമല്ല, ഒരു 6-7 മാസത്തോളം ഞാൻ ഇതിൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ ദൈവവചനം നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ വചനത്തിൽ നിന്ന് ഒരു തരി പോലും എൻ്റെ അകത്തൊരു നിരാശയോ സങ്കടമോ അവിശ്വാസത്തിൻ്റെ ഒരു വാക്ക് പോലും വരാൻ ദൈവം സമ്മതിച്ചില്ല കേട്ടോ. കാര്യം ദൈവത്തിന് നിങ്ങളെ ബലപ്പെടുത്തണമായിരുന്നു, ദൈവത്തിന് നിങ്ങളെ ശക്തിപ്പെടുത്തണമായിരുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തില്ല, എൻ്റെ വായിൽ നിന്ന്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ സൂം ഇന്ന് ചെയ്യുന്നില്ല എന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇന്ന് ഞാൻ പ്രയർ ചെയ്തു. കാര്യം എനിക്ക് എന്തുകൊണ്ട് പരാജയം സംഭവിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല പരിശുദ്ധാത്മ. പക്ഷേ പ്രാർത്ഥന തുടങ്ങുമ്പോൾ നിങ്ങളോട് പ്രവചനം വരിക, ഇന്ന കാര്യം ദൈവം തൊടുന്നു, ഇന്ന പേര് വെളിപ്പെടുന്നു, ഇന്ന വ്യക്തിയെ തൊടുന്നു, ഇന്ന വിഷയം നടക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ട് എൻ്റെ കാര്യത്തിലൊന്നും സംസാരിക്കുന്നില്ല? വീണ്ടും പരാജയം. ഒന്നാലോചിച്ച് നോക്കി, നിരന്തരമായ മാസങ്ങൾ എൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു. അപ്പോൾ ചിലരൊക്കെ പരീക്ഷ എഴുതിയിട്ട് 1-ാം പ്രാവശ്യം തോറ്റിട്ട് പിന്നെ പറയും, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഇനി ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പരാജയത്തിൻ്റെ അകത്ത് നിൽക്കുക. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടുന്നോ എൻ്റെ അകത്ത മനുഷ്യൻ, അതാണ് ഈ വചനവും അന്യഭാഷയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അകത്ത മനുഷ്യൻ എന്നെ അങ്ങ് ബലപ്പെടുത്തി വീണ്ടും മുന്നോട്ട് പോകാൻ. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ, ഇവിടെയുള്ള ആൾക്കാർ പലരും പറയാൻ തുടങ്ങി, എനിക്ക് തോന്നുന്നത്, എനിക്ക് വിശ്വാസികളല്ല കേട്ടോ, അവർ പറഞ്ഞു ജാതകം നോക്കും നല്ലത്, എന്തോ ഒരു കണ്ടകശനിയാണെന്നോട് പറഞ്ഞു. വിശ്വാസികളല്ല അവർ. ഓക്കെ, ഞാനതും മൈൻഡ് ചെയ്തില്ല. ഇതെല്ലാം കേൾക്കണമല്ലോ നമ്മൾ, പലതും കേൾക്കേണ്ടി വരും നമ്മൾ. പക്ഷേ വിട്ടു കൊടുക്കരുത് കേട്ടോ. ദൈവത്തിന് നമുക്കൊരു പ്രത്യേകതയുണ്ട്. യേശു പഠിപ്പിച്ച കാര്യം മടുത്തു പോകാതെ പ്രാർത്ഥിച്ചോണം, അത് കിട്ടും. എൻ്റെ അകത്ത് ഞാൻ വചനം അങ്ങ് ഡെവലപ്പ് ചെയ്തെടുത്തു. ഞാൻ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തിരം ഞാൻ സകലത്തിൽ, ഞാൻ പറഞ്ഞു എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തിരം എനിക്ക് കിട്ടും. ഇത് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ നിരന്തരമായി ഞാൻ പറയാം, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തിരം. ഒരു ദിവസം, ഏറ്റവും ഒടുവിലത്തെ ദിവസം, ഞാൻ 7-ാമത്തെ പ്രാവശ്യം ഞാൻ അവിടെ ചെല്ലുക, വളരെ റിലാക്സായി. അതിൻ്റെ അർത്ഥം ഇനി അവസരങ്ങൾ വന്നോട്ടെ, മടുത്തു പോകത്തില്ല, കിട്ടുന്നത് വരെ ഇതിൻ്റെ പുറകെ പോകും. അതുകൊണ്ട് 7-ാം പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, ഞാൻ അങ്ങ് ഡ്രൈവിങ്ങിന് പോയി. ഉദാഹരണമായിട്ട് പറയാം കേട്ടോ, എൻ്റെ മനസ്സിൽ മൊത്തം എന്നാണെന്നറിയാം, പിന്നെ അങ്ങോട്ട് വചനം നിറഞ്ഞു, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എന്തായാലും ഞാനത് അത്ഭുതം നടക്കും. അന്ന ദിവസം നിങ്ങൾക്കറിയാവോ, വലിയൊരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, വലിയൊരു മേജർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും കിട്ടത്തില്ല. ആ ടെസ്റ്റിൽ ഒരിക്കലും ഞാൻ പാസ്സാകാത്ത മിസ്റ്റേക്കാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അടുത്ത പ്രാവശ്യം പിന്നെ ഞാൻ വരാം, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം അടുത്ത പ്രാവശ്യം കിട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വലിയ പ്രതീക്ഷയോടൊന്നുമല്ല പോയത്. അതായത് പറഞ്ഞു, വലിയൊരു മിസ്റ്റേക്ക് നീ കാണിച്ചത്, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നീ പാസ്സായിരിക്കുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്സായോ? ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഒരു ബ്രിട്ടീഷുകാരൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, പിന്നെ നീ പാസ്സാകാൻ വേണ്ടി അല്ലേ വന്നേക്കെന്ന് ചോദിച്ചു. എനിക്കൊരു കാര്യം എന്ന് മനസ്സിലായി, നമ്മൾ നമ്മുടെ വിഷയത്തെ ഭാരത്തോടെ സമീപിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാം, നമ്മുടെ അകത്ത് ടെൻഷനും ഭാരവും സങ്കടവും കയറും. ഒറ്റക്കാര്യം ഉറപ്പിച്ചാൽ മതി, വാക്തത്വം എൻ്റെ അവകാശമാണ്, ഇതെൻ്റെ കൈ തന്നെ വരും, അനി എത്ര ഞാൻ പോയാലും ഇതെൻ്റെ അവകാശമാണ്, ഇതെന്നെ വിട്ട് ഓടിപ്പോകത്തില്ല, അത് കറങ്ങി തിരിച്ച് എൻ്റെ അടുത്തോട്ട് വരിക തന്നെ ചെയ്യും. ആമേൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എൻ്റെ ആ ഒരു നിരന്തര പരാജയം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും നിങ്ങളെ ഞാൻ ഓരോ ദിവസവും വചനത്തിലും പ്രാർത്ഥനയിലും ബലപ്പെടുത്തുക. അപ്പോൾ എവിടുന്ന് വരുന്നു ഈ ഒരു ഇത് സംഭവം? എനിക്ക് അതൊരു കാര്യം മനസ്സിലായി, ഈ ദൈവത്തിന് ചില പ്രത്യേകതയൊക്കെ ഉണ്ട്. നമ്മളെ ഓരോ ദിവസവും ദൈവം വളർത്തും. ചില സാഹചര്യങ്ങളിലൂടെ കർത്താവ് നമ്മളെ വളർത്തും. നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ അകത്ത് വന്നാലും ചിലർ ഇട്ടേച്ചു പോകുമ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ അവിടെ പൊക്കൂ, പക്ഷേ ചില സാഹചര്യങ്ങൾക്കകത്ത് ദൈവം നിങ്ങളെ വളർത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവില്ലായിരിക്കാം, പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയാം, വചനമാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ഉത്തരം. ഇത് വിട്ടേച്ചൊരു കാളിയുമില്ല. എനിക്ക് വേണം ചിന്തിക്കാൻ മേലെ, കർത്താവ് വഴിയെ പോകുന്ന എല്ലാവരും, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് ഇവിടെ തന്നെയുള്ള സുഹൃത്താണ്. അപ്പോൾ ഇവിടുത്തെ നിങ്ങൾ ഇവിടെയുള്ള രാജ്യത്ത് ഞാൻ സാക്ഷ്യമായിട്ടങ്ങ് പറയൂട്ടെ. സാക്ഷ്യവും അന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല, ഇന്നത് പറയുവാണ് സാക്ഷ്യമായിട്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം നന്നായിട്ട് മദ്യം കഴിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ ഈ സ്വന്തം വണ്ടിയിൽ ഇവിടെ ഡ്രൈവിംഗ് എടുക്കാം, നമ്മുടെ നാട് പോലെയല്ല, സ്വന്തം വണ്ടിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹത്തിന് പിറ്റേ ദിവസമാണ് ടെസ്റ്റ്, തലേദിവസമാണ് പുള്ളി ഓർത്തത്.
രാത്രി എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, എൻ്റെ ടെസ്റ്റ് നാളെയാണ്. പുള്ളി മദ്യപിച്ച് ഇച്ചിരി ഇതായിട്ടിരിക്കുക. എന്നോട് പറഞ്ഞു, എനിക്ക് ആ ഒരു സംഭവങ്ങളൊക്കെ തരാമോ, ആ കാറെ വെക്കാനുള്ള കുറച്ച് എൽബോർഡും ഒക്കെ ഉണ്ട്, ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. ഓക്കെ, ഞാനത് കൊടുത്തു. അപ്പം ഞാൻ ഓർത്തു, ഈ പുള്ളി നാളെ ഈ ബോധമില്ലാതെ പോയിട്ട് അവിടെ എന്ത് കാണിക്കാനാണ്, പുള്ളി ആദ്യത്തെ തവണ തന്നെ പാസ്സായി. അപ്പം ആലോചിച്ച് നോക്കി, കർത്താവേ, പലപ്പോഴും നമ്മുടെ മുമ്പിൽ പല ചോദ്യങ്ങൾ വരുമ്പോഴും നിങ്ങൾ ആ ചോദ്യങ്ങളെ നോക്കരുത്, വ്യക്തിയെ നോക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള വാഗ്ദത്തം കറങ്ങി തിരിഞ്ഞ് നിങ്ങളെ തന്നെ വരും. അപ്പം പലപ്പോഴും നമ്മുടെ ചിന്തയിൽ, നമ്മുടെ മനസ്സിൽ, അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ പ്രാർത്ഥനയെപ്പറ്റി എനിക്കൊരു ഇതുമില്ല, ഭാരവുമില്ല. ഫെബ്രുവരിയിൽ ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിലും മീറ്റിംഗ് നടക്കും, എനിക്ക് അവിടെ വലിയ പാടൊന്നുമില്ല. പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തി ചെയ്യും. എന്നെ കർത്താവ് ഏൽപ്പിച്ചത് ഞാൻ അവിടെ വന്ന് ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിക്കും. ആര് വന്നാലും വന്നില്ലെങ്കിലും, ആര് കൂടിയാലും കൂടിയില്ലെങ്കിലും, ആരൊക്കെ എത്തിയാലും എത്തിയില്ലെങ്കിലും, എന്തൊക്കെ സംഭവിച്ചാലും കർത്താവ് അത് ചെയ്യുവാൻ ആഗ്രഹിച്ചെങ്കിൽ ദൈവം അത് ചെയ്യും. എനിക്കതിനെപ്പറ്റി ഭാരമില്ല. അതെങ്ങനെയാണ് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുദിനം കർത്താവിൻ്റെ വചനത്തിലും കർത്താവിൻ്റെ പ്രാർത്ഥനയിലും ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. ഏത് പ്രതികൂലം വന്നാലും നിങ്ങൾ തളർന്നു പോകാത്ത രീതിയിൽ കർത്താവ് നിങ്ങളെ ഒരുക്കും. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ വചനപ്രകാരം ചിന്തിക്കുന്നില്ല. ഒരു പ്രശ്നം വരുമ്പോൾ പ്രശ്നത്തെ നോക്കരുത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്താണ് ഈ ഒരു ഇതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ നോക്കിക്കോ. നിങ്ങളിപ്പോൾ ഒരു കാര്യം വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സാഹചര്യം അങ്ങോട്ട് മാറുന്നില്ല, അതങ്ങോട്ട് ശരിയാകുന്നില്ല, ഉടനെ നമ്മൾ എന്ത് ചെയ്തിരിക്കും അറിയോ? ലോകത്തുള്ള സകല ബ്രദർമാരെയും വിളിച്ച് പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ലോകത്തുള്ള സകലയിടത്തും പോയി നമ്മൾ കറങ്ങാൻ തുടങ്ങും. നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തേ, ഒന്ന് വെയിറ്റ് ചെയ്തേ. എന്താ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതല്ലേ നടക്കാൻ വേണ്ടി പോകുന്നത്? അതല്ലേ നടക്കാൻ വേണ്ടി പോകുന്നത്? അതല്ലേ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത്? അതിലോട്ടൊരു ഫോക്കസ് കൊടുത്തേ. എന്നിട്ട് അതിലങ്ങോട്ട് ശ്രദ്ധ കൊടുത്താൽ നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമാകും. എന്ത് സംഭവിക്കുന്നറിയോ? നിങ്ങൾ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ശരിയാ, ചോദ്യം നല്ലതാണ്, ബ്രദർ എന്തുകൊണ്ട് എനിക്ക് ഈ കാര്യം ശരിയാകുന്നില്ല, എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്നും റെഡിയാകുന്നില്ല? ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, എന്താ ദൈവം പറഞ്ഞേക്കുന്നത്? ദൈവം പറഞ്ഞേക്കുന്നത് ഞാൻ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നും എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം നടക്കുമെന്ന്, യഹോവ എൻ്റെ ഇടയിൽ ഞാൻ കുന്നിനും മുട്ടുണ്ടാകത്തില്ലെന്നും. അങ്ങനെയെങ്കിൽ അതിലോട്ടൊന്ന് ശ്രദ്ധിച്ചേ. എന്നിട്ട് ആ വചനത്തിലോട്ടൊരു ബന്ധം വാ. ലോകത്തുള്ള സകല ബ്രദർമാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, ദൈവവചനവുമായിട്ട് എനിക്ക് ബന്ധമില്ല. ഇത് ശ്രദ്ധിച്ചോണം. ഈ സമയത്ത് നിങ്ങൾ വചനവുമായിട്ടൊരു ബന്ധം വേണം. അതുകൊണ്ടാണ് ബൈബിൾ എടുത്തിട്ട് ആ വചനം നോക്കിയിട്ട് കുറച്ച് നേരം വേണമെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട്, ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട്, ഈ ദിവസങ്ങളിൽ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട വചനം, ആ വചനത്തെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയും, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ തലമുറയ്ക്കോ വേണ്ടിയാണ് നിങ്ങൾ ആ വചനം പറഞ്ഞതെങ്കിൽ, ഉദാഹരണം പറയാം, ആ വചനം ഒരു പേപ്പർ എഴുതിയിട്ട്, വലിയൊരു പേപ്പർ, 1 രൂപയുടെ കൊടുത്താൽ വലിയ പേപ്പർ കിട്ടുമല്ലോ, ആ പേപ്പറിൽ ഒന്ന് എഴുതിയിട്ട്, വലുതായിട്ട് എഴുതിയിട്ട്, ഈ ദിവസങ്ങളിൽ ഏത് വചനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എന്തും ആയിക്കോട്ടെ, ആ വചനം ഒരു പേപ്പറിൽ എഴുതിയിട്ട് കുറച്ച് നേരം ആ എഴുതി വെച്ച പേപ്പറെ നോക്കിയിട്ടൊന്ന് വായിച്ച്, യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്ലാൻ. പക്ഷെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ വരുമ്പോൾ അതേ നോക്കരുത്, ഇതേ നോക്കിയാൽ മതി. ഇതേ നോക്കുക, ഇത് പറയുക, ഇതേ നോക്കുക, ഇത് പറയുക, ഇതിൻ പ്രകാരം ആഗ്രഹിക്കുക, ഇതിൻ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക, ഇതിൻ പ്രകാരം നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക, ഇതിൻ പ്രകാരം സംസാരിക്കുക. ഇതാണ് കർത്താവ് പറഞ്ഞത്, അത് നിങ്ങൾക്ക് കിട്ടും. നോക്കി, ആ വാക്യം കണ്ടോ? അത് നിങ്ങൾക്ക് കിട്ടും. നോക്കി, അത് നിങ്ങൾക്ക് കിട്ടും. ഏത് കിട്ടണം? ഈ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം? വസിക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്താൽ ഇത് നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ നോക്കിയേ, നമുക്ക് എഫ് ലേഖനത്തിലേക്ക് വരാം. ഇങ്ങനെയാണ് ആത്മ മനുഷ്യനെ ബലപ്പെടുത്തുന്നത്. നിങ്ങൾ ചോദിക്കണം. ഇവിടെ ചോദ്യം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ചോദ്യം മാത്രം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വചനവുമായിട്ട് ലോകത്തിൽ ഒരു ബ്രദർ, എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരോടൊന്നും ഒരു പരിചയവുമില്ല. പക്ഷേ ഞാൻ എപ്പോഴും ആശ്രയിക്കുന്നത്, കർത്താവെ അങ്ങയുടെ വചനത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ ഇതേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഞാൻ പലരും പറയാറുണ്ട്, ബ്രദറെ, ഇങ്ങനെ ചിലരും ചിന്തിക്കാറുണ്ട്, ബ്രദറെ കാര്യമൊക്കെ ശരിയാണ്, ബൈബിളിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതം പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരല്ലേ, അപ്പോൾ നമുക്ക് പലതും എന്ത് ചെയ്യാം, മാറി മറിഞ്ഞുമൊക്കെ വരാം. ഞാനത് നോക്കാറില്ല കേട്ടോ. ഞാൻ പറഞ്ഞത്, ദൈവം എനിക്ക് വേണ്ടിയാണ് വചനം എഴുതിയേക്കുന്നത്, എൻ്റെ പേർക്കാണ്, എനിക്ക് വേണ്ടിയാണ്.
ഇത് കിട്ടാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന. അപ്പം ഞാനത് ശ്രദ്ധിക്കുന്നുള്ളൂ. മറ്റേതൊക്കെ എന്താണെന്നറിയാമോ, കുറേ കഴിയും മാറിപ്പോവും. ഈ 6 തവണ പരാജയപ്പെട്ട് 7ാം തവണ എനിക്ക് ജയം കിട്ടിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ, ഞാൻ 6 തവണ പരാജയപ്പെട്ട കാര്യത്തെ ഞാനിപ്പം മറന്നുപോയി. ചിലർ പറയാറുണ്ട്, ബ്രദറെ ഈ തോറ്റ കാര്യമൊന്നും പറയരുതേ, നാണക്കേടാ. എന്തിനു നാണക്കേട്? തോറ്റ കാര്യമൊക്കെ പറഞ്ഞാൽ നാണക്കേടല്ല, ഒരു നാണക്കേടുമില്ല. കാര്യം ആ നാണക്കേടിൻ്റെ അകത്ത് തളർന്നു പോകാതെ ദൈവം എന്നെ നിർത്തി. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ. എനിക്കിപ്പോൾ എല്ലാ ദിവസവും ഈ സൂം പ്രെയർ ഇല്ലെങ്കിൽ വളരെ സുഖമാണ്. കാരണം വെച്ചാൽ ആ ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമിച്ച് അങ്ങ് പോകാം. അത് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ബലപ്പെടുത്തണം. നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ ധൈര്യപ്പെടുത്തണം. നിങ്ങളെ ക്രിസ്തു യേശുവിൽ ഓരോ ദിവസവും വചനം പറയണം. ഇതിന് ക്രിസ്തുവിൻ്റെ സഹായം എനിക്ക് ആ സമയത്ത് ആവശ്യമാണ്. ഒന്നാലോചിച്ച് നോക്കി. ഞാൻ ആ പരാജയ സമയങ്ങളിലൂടെ കടന്നു പോകുന്ന ആ സിറ്റുവേഷനിലും ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, 8 മണി വരെ ഞാനും വൈഫും ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ പറയും, എൻ്റെ കർത്താവ് അടുത്ത തവണ ജയിക്കുമെന്നെങ്കിലും അപ്പോൾ 5ാം തവണ 2, 3 ഒക്കെ ആയപ്പോഴേക്കും പിന്നെ നമ്മുടെ ഉള്ളിൽ പരാജയ നിരാശ ചെയ്ത് കയറി. എന്തെങ്കിലും കുഴപ്പമാണോ എന്തെങ്കിലും. ഞാൻ അന്നും പറഞ്ഞു, കുറവിൽ ഞാൻ വിശ്വസിക്കത്തില്ല. എനിക്ക് കുറവുണ്ടെങ്കിൽ ദൈവം പരിഹരിച്ചോളും. ഞാൻ ദൈവത്തിൻ്റെ കഴിവിലാണ് പോകുന്നത്, ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കുറവിലല്ല ഞാൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തിയിലാണ്. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കുറവിലല്ല ഞാൻ ജീവിക്കുന്നത്, എൻ്റെ കഴിവിലല്ല. പറയണം, എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞ്, എൻ്റെ കഴിവിലല്ല ഞാൻ ജീവിക്കുന്നത്, യേശുവിൻ്റെ ശക്തിയിലും യേശുവിൻ്റെ കൃപയിലുമാണ് ജീവിക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ, ഒരു കുറവ് നിങ്ങൾ തുടരത്തില്ല. അപ്പം ഇങ്ങനെ വചനവുമായിട്ടൊരു ബന്ധം കർത്താവ് എനിക്ക് തന്നു. നിങ്ങൾക്കറിയാവോ, ആ സമയത്താണ് നമ്മുടെ സൂം പ്രെയറിൽ വാളുകൾ വർദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് 20 പേരല്ലേ ഉള്ളൂ, നിർത്തിയേക്കാം പെട്ടെന്ന്. അപ്പോൾ അത് പിന്നെയും ആൾക്കാർ കയറി വരിക, പിന്നെയും ആൾക്കാർ കൂടാൻ തുടങ്ങി, യൂട്യൂബിലും എല്ലാം കയറാൻ തുടങ്ങി. അപ്പോൾ ഈ സമയത്തിലൂടെ ഞാൻ പോകുന്ന നിരാശ സമയങ്ങളെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റി. ഞാനൊരു കാര്യം പഠിച്ചു. അപ്പോൾ ചിലരുണ്ട്, ഇപ്പോൾ നമ്മുടെ ഉള്ളു പറയും, എന്നാൽ ഇത് വിട്ടേക്കാം. ഞാൻ പലപ്പോഴും ചോദിച്ചു, എന്നാൽ വിട്ടേക്കാം. ഇല്ല, ഞാൻ വിചാരിച്ചു, കർത്താവേ, എന്തുകൊണ്ട് എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്കിത് കിട്ടിക്കൂടാ? എൻ്റെ അവകാശമാണ്, ജയം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്, ദൈവപ്രവൃത്തി എൻ്റെ അവകാശമാണ്, യേശു എൻ്റെ കർത്താവാണ്. എന്തുകൊണ്ട് ഞാൻ തിരിച്ചു ചിന്തിക്കണം? എന്തുകൊണ്ട് ഞാൻ പുറകോട്ട് പോകണം? എന്തുകൊണ്ട് ഞാൻ കോംപ്രമൈസ് ചെയ്യണം? ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. കാരണം എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയാണ്. എനിക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. അന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഞാൻ കുറവ് പലരും സംഭവിക്കുന്നറിയോ, ബ്രദറെ എനിക്ക് ഭയങ്കര കുറവ് നോക്കി പോകരുത്, കൃപ നോക്കി പോകണം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒന്ന് ശക്തിപ്പെട്ടെ, കുറവിൽ ആശ്രയിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അതും നിങ്ങളുടെ അനുഗ്രഹമായിട്ട് ഒരു ബന്ധവും. ചിലരങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്, നിൻ്റെ കുറവാണ് നീ രക്ഷപ്പെടാത്തത്. പറയണം, ഞാൻ എൻ്റെ കുറവിൽ ജീവിക്കുന്നവനല്ല, കർത്താവ് എൻ്റെ ശക്തി, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് സകലത്തിലും ഞാൻ സാധ്യമാകും. എപ്പോഴും പറയണം, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് വിത്ത് ക്രൈസ്റ്റ് ജീസസ് ഹൂ സ്ട്രെങ്തൻ മീ. അവൻ എന്നെ ശക്തീകരിക്കും. യേശു മുഖാന്തരം എനിക്കത് ലഭിക്കും എന്ന് തന്നെ മുന്നോട്ട് പോകണം. ഈ വചനം മുറുക്ക പിടിച്ചോണം. നിങ്ങൾക്ക് ഞാൻ എളുപ്പവഴി പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇത് ഇത്രയും ചെയ്തിട്ട് നിരാശയാണ് ബ്രദറെ, ഒരു രക്ഷയില്ല ബ്രദറെ. കാര്യം ബ്രദർ ഈ പറയുന്ന വചനം കേൾക്കാനൊക്കെ നല്ല രസമൊക്കെയാണ്, പക്ഷേ എനിക്ക് ലൈഫിലേക്ക് വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്യണം, എപ്പോഴും ഒരു കയ്യിലൊരു നോട്ട് ബുക്ക് എടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു പേന എടുത്തുകൊണ്ട് ചുമ്മാ എഴുതിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, യേശുവിൻ്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ചുമ്മാ എഴുത്. യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ വെറുതെ അടുക്കളയിൽ നിൽക്കുന്ന കറി എരിയുമ്പോഴൊക്കെ പറ. ഇങ്ങനെ നിങ്ങൾ ഈ വചനത്തെ ഒന്ന് ഒരു നിങ്ങളുമായിട്ടൊരു ബന്ധം, ഈ വസിക്കുക എന്ന് പറയുന്ന ഒരു ബന്ധമാണ് കേട്ടോ. ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ എന്നാ സംഭവിക്കുന്നറിയാവോ, ഇത് നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഇപ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ വചനം പറയുന്നുണ്ട്, ബന്ധമില്ല വചനവുമായിട്ട്. എങ്ങനെ ബന്ധം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊന്നിനെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഇതാ ബന്ധം. മറ്റൊന്നിനെ നിങ്ങൾക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാ ദൈവമായിട്ടുള്ള ബന്ധം. ഇപ്പം ആരെങ്കിലും പറയുകയാണ്, അവരും പറഞ്ഞ് കേൾക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വിഷയത്തെ എനിക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ബ്രദറെ. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, എനിക്ക് ഭയങ്കര ഭയവും ഭാരവും ടെൻഷനും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ മനസ്സ് പറയുന്നു, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തി. ഇത് ബന്ധമാണ്. വചനം നിങ്ങളകത്ത് വന്നേക്കുന്നൊരു ബന്ധമാണ്. ഈ ബന്ധത്തെ പിടിച്ചങ്ങ് കയറ്റിക്കോണം. ഈ ബന്ധത്തിൽ അങ്ങ് വളർന്നു വേണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച്. ഇന്ന് രോഗികളായി, നാളെ നമ്മുടെ മീറ്റിംഗ് യൂട്യൂബിലാണ്, സൺഡേയിൽ.
അപ്പോൾ അത് ഓർത്തോണം. ഈ സമയത്ത് തന്നെയാണ്, തിങ്കളാഴ്ച മുതൽ പഴയ പോലെ തന്നെയാണ് എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ആരെങ്കിലുമൊക്കെ നിരാശയിലോ പരാജയത്തിലോ പോകുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അത്ഭുതം നടക്കും. ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത്, വചനം കയ്യിലുണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്തേ. ഇത് വലിയൊരു സ്രോതസ്സാണ്. ഞാൻ പറഞ്ഞില്ലേ, 30 ലക്ഷം ബാങ്കിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് 30 ലക്ഷത്തിൻ്റെ വീട് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ, കയ്യിൽ വചനമുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരുന്നോണം. എന്നിട്ട് പറയണം, ഈ വചനം ഉള്ളിടത്തോളം കാലം ഇതേ നടക്കത്തുള്ളൂ. എപ്പോഴും പറയണം, ഈ വചനം നടക്കും, ഈ വചനമേ നടക്കത്തുള്ളൂ, ഇതേ നടക്കത്തുള്ളൂ. ഇത് നിങ്ങളോട് തന്നെ പറയണം. വേറെ ആരും വന്ന് ബലപ്പെടുത്തത്തൊന്നുമില്ല, ആരും വന്ന് സഹായിക്കത്തില്ല. അതൊന്നും ചിന്തിക്കുകയോ ചെയ്തേക്കരുത് കേട്ടോ. 1500 ബ്രദർമാരുടെ ഫോൺ നമ്പരും കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ധൈര്യം നടക്കില്ല. അതൊന്നുമില്ല. ഫോൺ അടിച്ചു പോയാൽ എല്ലാം തീരും. അതുകൊണ്ട് ബലപ്പെടുക. കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പറയണം. എനിക്ക് വേണ്ടി എഴുതിയതാ വചനം. ഇതെനിക്ക് വേണ്ടിയുള്ളതാ. എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ കേൾക്കുന്നത് മുഴുവനും. ഇതേ നടക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെ അകത്ത മനുഷ്യനെ സ്ട്രോങ് ആക്കിയാൽ, ഈ പുള്ളിയുടെ അകത്തോട്ട് ഈ വചനം ചെന്നാൽ, ഈ പുള്ളി ദൈവത്തിൽ നിന്ന് മേടിച്ചു തരുന്നില്ല. ഞാൻ പറഞ്ഞു കേട്ടില്ലായിരുന്നു? ദൈവത്തിൽ നിന്നുള്ള അത്ഭുതത്തെ നിങ്ങൾക്ക് മേടിച്ച് തന്നിരിക്കും. ഈ പുള്ളി ഇപ്പോൾ ചെറുതായിട്ടിരിക്കുക, ദൈവത്തിൽ നിന്നുള്ളത് അനുഗ്രഹത്തെ മനസ്സിലാകാതെ കിടക്കുക, കണ്ണ് കാണാതെ കിടക്കുക. വളർത്തിക്ക്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെ കൈയെടുത്ത് വെച്ച് എന്നിട്ട് യേശുവിൻ്റെ തിരുമുറിവിനാൽ ഒരു തവണ പ്രാർത്ഥിച്ച്, ബ്രദറെ എനിക്ക് സങ്കടം വരുന്നു, നിർത്തരുതെന്നേ. ഇതേ നടക്കാൻ പോകുന്നുള്ളൂ. നമ്മൾ ഈ കയ്പുള്ള മരുന്ന് എന്ത് കഷ്ടപ്പെട്ട കഴിക്കുന്നത് അല്ലേ? 3 നേരം ഡോക്ടർ പറയും ഈ കയ്പുള്ള മരുന്ന് ഇത് കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മൂക്കെല്ലാം പൊത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റ വലിക്കുക. കയ്പുള്ള മരുന്ന് കുടിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇത് കഴിച്ചാൽ ഡോക്ടർ പറയും ഇത് കഴിച്ചാലേ മാറത്തുള്ളൂ. എന്ത് കഷ്ടപ്പെട്ട. ആരെങ്കിലും കയ്പുള്ള മരുന്ന് കഴിക്കാതിരുന്നിട്ടുണ്ടോ? ഇതിന് ഭയങ്കര കയ്പാ, ഞാൻ അങ്ങനെ ദൂരെ കളഞ്ഞു, ആരെങ്കിലും എടുത്ത് കളഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കഴിക്കും അല്ലേ? ഒരാളെ പറഞ്ഞുള്ളൂ കഴിക്കുമെന്ന്, വേറെ ആരും എനിക്കൊന്നും കഴിക്കുന്നില്ല. അപ്പം കയ്പുള്ളതാണെങ്കിലും കലർപ്പുള്ളതാണെങ്കിലും മെനക്കെട്ട് നമ്മളത് കഴിക്കുന്നതിൻ്റെ കാരണം ഡോക്ടർ പറഞ്ഞൊരൊറ്റ വാക്കാണ്, ഇത് കഴിച്ചാലേ നിൻ്റെ അസുഖം മാറത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കയ്പാണെങ്കിലും അത് കഴിക്കുമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ നിങ്ങളുടെ രോഗം സൗഖ്യം വന്നിരിക്കുന്നു. ഈ സൗഖ്യം കാണുന്നത് വരെ പറയണം, ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ, ഇത് നടക്കും. ഡോക്ടറുടെ വാക്കിനെ കേട്ട ഉടനെ ഇത്രയും ചെയ്യുന്നുവെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെ വാക്കിനെ നമ്മൾ എത്ര അധികം കാര്യമായിട്ടെടുക്കണം. ഇതാ ഞാൻ പറഞ്ഞു, ഇസ്രായേലും നമ്മളുള്ള വ്യത്യാസം. അവരിതിനെ വല്ലാതെ അങ്ങ് ആകർഷിക്കുക വചനത്തെ. നമ്മളങ്ങ് അത്ര വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. ഇത് നടക്കുമെന്നൊക്കെ വിശ്വാസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമൊക്കെ കൊണ്ട് ബ്രദറെ, പക്ഷേ അങ്ങനെ പോകരുത്. പറയണം, യേശുവിൻ്റെ തിരുമുറിവ് രോഗത്തിൽ കൈവച്ച് ഇപ്പോൾ അത്ഭുതമാണ്, നാളെയല്ല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുത സൗഖ്യം നിങ്ങളുടെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവുക. അത്ഭുത വിടുതൽ നിങ്ങളുടെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ നാമത്തിൽ ഞാൻ അത്ഭുതത്തെ കൽപ്പിക്കുന്നപ്പോൾ, അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പോൾ, ഈ നിമിഷം തന്നെ പ്രിയ മക്കളുടെ ശരീരത്തിൻ്റെ മേലേക്ക്, അവർ എല്ലാ ജീവിതത്തിൻ്റെ മേലേക്ക് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുത കൈയോടെ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വേദന നിങ്ങളെ വിട്ടു മാറുകയാണ്. അത്ഭുതം നിങ്ങളുടെ മേൽ സംഭവിക്കുക. ഇപ്പോൾ ഈ നിമിഷം അത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ അത്ഭുത വിടുതൽ. ഈ സമയത്ത് കർത്താവ് എന്നെ ഒരു സജിനി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുമായി ഇനി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു നിർബന്ധം തരികയാണ്. സജിനിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്ന ആ ഭവനത്തെ കർത്താവിന് തൊടുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തെ ഏറ്റെടുത്തോണം. ഞാൻ കാണുന്ന ഒരു തലമുറയുള്ള ഒരു മകളാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന് തൊടുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. എല്ലാ പരാജയങ്ങളും വിട്ടുമാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ
ഞാനൊരു ഭവനത്തിൻ്റെ മുൻവശം കർത്താവിനെ കാണിക്കും. ഈ മുല്ലപ്പൂവിൻ്റെ ചെടിയുള്ള ഒരു ഭവനം, അതൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു ഭവനത്തെ കർത്താവ് ഇന്ന് കാണിക്കുകയാണ്. ആ ഒരു മുൻവശത്തായിട്ട് തന്നെ അതിരിക്കുകയാണ്. കയറി വരുന്നിടത്ത് തന്നെ മുൻവശത്തുള്ളൊരു ചെടി ഞാൻ കാണുന്നത്. ആ കുടുംബത്തിൻ്റെ അകത്തൊരു പെൺ തലമുറയെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തെ കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായൊരു വിടുതലിലേക്ക് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തൊടുന്നപ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച ഇന്ന് പറയാനല്ലെങ്കിൽ ആരും മ്യൂട്ട് മാറ്റല്ലേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഈ പറഞ്ഞ സിസ്റ്ററുടെ വീടിൻ്റെ മുൻവശമാണോ? ഏറ്റെടുത്ത സിസ്റ്റർ ഇന്ന് തലമുറയെ കർത്താവ് തൊടുക കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ അത്ഭുതകരമായ പ്രവർത്തികളെ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിച്ച് കർത്താവെ ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നൊരു പറയുന്നു, ഒരു ത്രേസ്യാമ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ, ത്രേസ്യാമയുടെ ആൺ തലമുറയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ടുണ്ട് വാക്ക് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് കർത്താവ് ഇന്ന് കുടുംബത്തിൻ്റെ മേലേക്ക് വലിയൊരു സ്വസ്ഥതയെ ദൈവം തൊടാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് അവിടെ തൊടുകയാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനം ഏതാണോ ഏറ്റെടുത്തോണം. എൻ്റെ കർത്താവിനാണ് ഒരു വാക്ക് പറയുന്നു, അലച്ചിലുകളെ ദൈവം നിർത്താൻ വേണ്ടി പോവാണ്. ഇനി വലിയൊരു സ്വസ്ഥതയിലേക്ക് ദൈവം കൊണ്ടുവരാൻ വേണ്ടി പോവാ യേശുവിൻ്റെ നാമത്തിൽ. സിസ്റ്റർ ഇപ്പൊ ഇട്ടേക്കുന്ന പേര് ഏതാ? മോന്റെ പേര് മാത്യൂസ് എന്നാണ്. അല്ല, ഇട്ടേക്കുന്ന പേര് ഗ്രേസി എന്നാണല്ലോ ഞാൻ കാണുന്നത്. ഗ്രേസി എന്റെ ത്രേസ്യാമ്മ എന്റെ ഒഫീഷ്യൽ നെയിം. ഗ്രേസി വീട്ടിൽ വിളിക്കുന്നത്. ഏറ്റെടുത്തു. ഇന്ന് മകനെ കർത്താവ് തൊടുക. പ്രാർത്ഥനയുടെ മറുപടി ദൈവം തരുക കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് കർത്താവ് തൊടുന്നല്ലോ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനിത് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കും. ഒരു വീടിൻ്റെ കയറി വരുന്ന വശത്തായിട്ട് തന്നെ ഒരു കറുത്ത മൊബൈൽ ഫോൺ, അത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈലാണ്. പക്ഷേ ഇപ്പോൾ അവിടെ വെച്ചേക്കുവാണ് ആ ഫോൺ. ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു എന്താ പറയുന്നത്, കയറി വരുന്ന റൂമിൽ തന്നെ ആ മൊബൈൽ അവിടെ വെച്ചിരിക്കുകയാണ്. ആ മൊബൈൽ ഒത്തിരി നാൾ യൂസ് ചെയ്ത മൊബൈലാണ്, പക്ഷേ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. അങ്ങൊരു അടയാളമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ വ്യക്തിയെ ഒന്ന് ഫോക്കസ് ചെയ്യുകയാണ് കർത്താവ്. കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ ഒത്തിരി ആളുകളെ വിളിച്ച് സംസാരിച്ച് ഒത്തിരി ഈ ആവശ്യങ്ങൾ ചോദിച്ച് നിരാശപ്പെട്ടൊരു വ്യക്തിയാണ്. എന്നുള്ള കർത്താവ് ഇങ്ങനൊരു വാക്ക് പറയുകയാണ്, ഇനി ആരെയും വിളിക്കേണ്ട, ഇനി ആരോടും സഹായത്തിനായി ഇനി മുന്നിൽ നിൽക്കേണ്ട, ദൈവം അത് വഴി തുറക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. സിസ്റ്ററുടെ വീട്ടിലാണ് പറഞ്ഞത്. ഇന്ന് ഏറ്റെടുത്തു. ഈ പറഞ്ഞ അടയാളങ്ങൾ കറക്റ്റാണോ? സിസ്റ്റർ പറഞ്ഞ വീട്ടിലെ കറക്റ്റാണോ? യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോ. കർത്താവ് ഇന്ന് വലിയ പ്രവൃത്തിയെ ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവെ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ ഏറ്റെടുത്തോ. കർത്താവ് ഇന്ന് വലിയ പ്രവൃത്തികളെ ചെയ്യാൻ വേണ്ടി. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച്, ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. രോഗത്തോടെ ഞാൻ പറഞ്ഞത്, ആത്മാവോട് പറയുകയാണ്, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. യേശു നിന്നെ ക്രൂശിൽ തകർത്തതാ. ആ രോഗശക്തികളും രോഗത്തിൻ്റെ ആത്മാക്കളും ഇനി എന്നാ കാരണമായിക്കോട്ടെ, മെഡിക്കൽ സയൻസിന് ഇനി അതിൻ്റെ അകത്തൊന്നും ചെയ്യുവാൻ ഇല്ലാത്തതായിക്കോട്ടെ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഏത് രോഗത്തെയും യേശു ക്രൂശിൽ ജയിച്ചു. രോഗം എൻ്റെ അവകാശമല്ല, സൗഖ്യം എൻ്റെ അവകാശമാണ്. എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ രോഗത്തിനോ രോഗശക്തിക്കോ കയറാൻ പറ്റില്ല. ഇപ്പം തന്നെ യേശുവിൽ വിശ്വസിക്കുന്നവർ, കർത്താവിൻ്റെ തിരുമുറിവിൽ വിശ്വസിക്കുന്നവർ ഏറ്റുപറ, യേശുവിൻ്റെ മുറിവിനാൽ, യേശു കർത്താവ് ഏറ്റ മുറിവ് എൻ്റെ ആരോഗ്യം. ഇപ്പം തന്നെ ആ വേദനയുള്ള ഭാഗത്തു നിന്ന് വേദന വിട്ട് മാറുക. ഈ ഞരമ്പിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വേദനകൾ ഇപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് മാറുക. ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം നിങ്ങളുടെ മേൽ സംഭവിക്കുക. യേശുവെ നന്ദി കർത്താവേ. എൻ്റെ കർത്താവ് എന്നെ ഒരു അപർണ എന്ന് പറയുന്ന ഒരു മോളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. അപർണയുടെ ഭവനത്തെ ദൈവം തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് ആ മകളുടെ മേലേക്ക് വെളിപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാ നിരാശകളും ആ കുടുംബം വിട്ട് മാറട്ടെ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പോൾ സിസ്റ്ററുടെ മോളാണ്.
ഏറ്റെടുത്തു. ഇന്ന് മോളുടെ മേലേക്ക് വലിയൊരു വിടുതല കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ, വലിയ ദൈവപ്രവൃത്തി എന്ന് ചെയ്യുന്നല്ലോ. അപ്പം ഞാനൊരു വീടിൻ്റെ ഒരു ചായ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, വീട്ടിൽ തന്നെ ഒരു ചെറിയ മുറി പോലെ കാണുന്നത്. ആ ഒരു ചെറിയ മുറിയിൽ ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യുന്ന വെച്ചാൽ അവിടെ ഒരു പഴയ കട്ടിൽ കിടപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പിക്കാസ് പോലത്തെയൊക്കെയുള്ള, പിക്കാസ് പോലെ എന്ന് പറഞ്ഞാൽ പിക്കാസിൻ്റെ എനിക്കറിയത്തില്ല, പിക്കാസ് പോലെ തന്നെ ചില ഉപകരണങ്ങൾ, ആ ഒരു എന്താ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. തൂമ്പയൊക്കെ പോലത്തെ പിക്കാസ് മനസ്സിലായല്ലോ. പഴയ ഒരു കട്ടിൽ കിടപ്പുണ്ട്, പക്ഷേ ആ കട്ടിലിൽ ആരും കിടക്കുന്നൊന്നുമില്ല. അങ്ങനെ ഒരു കട്ടിലും കിടപ്പുണ്ട്. ഈ പഴയ കുറച്ച് സാധനങ്ങളെല്ലാം ഇരിക്കുന്ന ഒരു ചെറിയൊരു ചായ്പ് പോലത്തെ റൂം കാണുന്നുണ്ട്. ആ ഒരു ഭവനത്തെ കർത്താവ് തൊടുവാണ്. ഞാനൊരു വാക്ക് പറയുകയാണ്, ഇന്നലെ കർത്താവ് കേൾക്കുകയാണ്, ഒന്നും അധ്വാനിച്ചിട്ട് നഷ്ടങ്ങളല്ലാതെ കുടുംബത്തിലൊന്നും കയറി വരുന്നില്ല. പലപ്പോഴും നിങ്ങൾ നിരാശയല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. അവിടെ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ആ ഒരു കാലത്ത് ആ മുറിയിൽ ആരോ എൻ്റെ അകത്തുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അത് ഉപയോഗശൂന്യമായി കിടക്കുന്നു. ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ തന്നെ മുഖഛായയെ കർത്താവ് മാറ്റുന്ന രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി അങ്ങ് കുടുംബത്തെ തൊടുന്നല്ലോ അപ്പ, ദൈവപ്രവൃത്തി അങ്ങ് ചെയ്യുന്നല്ലോ അപ്പ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ആ ഭവനം ഏറ്റെടുത്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ ദൈവപ്രവൃത്തിയെ സ്വീകരിച്ചാട്ടെ, ദൈവ അനുഗ്രഹത്തെ സ്വീകരിച്ചാട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ അത്ഭുത സാക്ഷ്യത്തെ കർത്താവ് ഇവിടെ ഉളവാക്കുന്നതിന് നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. ഇന്ന് ഈ സമയം നമുക്ക് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവച്ച്, ഈ സമയത്ത് ആരെങ്കിലും വേദനയാൽ ഭാരപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് ആ സൗഖ്യം നിങ്ങളുടെ മേൽ സംഭവിക്കുകയാണ്. അത്ഭുതം നിങ്ങളുടെ മേൽ സംഭവിക്കുകയാണ്. കർത്താവ് നിങ്ങളെ തൊട്ട് ദൈവം വിടുവിച്ചിരിക്കുന്നു. നിങ്ങളുടെ മേലെ പ്രവൃത്തിയെ കർത്താവ് അയച്ചിരിക്കുന്നു. ഈ നിമിഷം മുതൽ അതിൻ്റെ മേൽ, ഈ സമയം പൂർണ്ണ സൗഖ്യം അതിൻ്റെ മേൽ ലഭിച്ചു എന്ന് ഉറപ്പുള്ളവർ മാത്രം നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. ഈ സമയത്ത് ആലോചന ഉള്ളവരുണ്ടെങ്കിൽ, ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഒരേ ആലോചന ഒരേപോലെ വന്നവരുണ്ടെങ്കിൽ ഒരാൾ പറയുമ്പോൾ നിങ്ങളത് ഏറ്റെടുത്താൽ മതി. നിങ്ങൾ എടുത്തു പറയണമെന്ന് ആവശ്യമില്ല, ഏറ്റെടുത്താൽ മതി. കർത്താവിൻ്റെ കൃപയാൽ പറഞ്ഞാട്ടെ. വേഗത്തിൽ ചുരുക്കം വാക്കിൽ ഉള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. എന്റെ വീടിന്റെ മുൻപിൽ തന്നെ മുല്ലപ്പൂവിന്റെ ഒരു ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. വേറെ സൈഡ് ഭാഗത്ത് നിറച്ച് നിൽക്കുന്നുണ്ട്. എന്റെ മകൾ ആ പെൺതലമുറ ഉണ്ടെന്ന് എന്റെ മകളെ ഓർത്ത് ഭയങ്കര വിഷമിച്ചിരിക്കുന്നു. ഏറ്റെടുത്ത പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ഒരേ ആലോചന ഒരേപോലെ വരുന്നെങ്കിൽ ഏറ്റെടുത്താൽ മതി. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. പറഞ്ഞു. വ്യാഴാഴ്ച 9-ാം തീയതി വ്യാഴാഴ്ച ബ്രദർ ഒരു പ്രവചനം പറഞ്ഞിരുന്നു. ബോബിയും ബിബിനും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അവരുടെ അന്നങ്ങനെ പറഞ്ഞിരുന്നു. ഇങ്ങനെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു. ബോബി എൻ്റെ ഹസ്ബൻഡും ബിബിൻ എൻ്റെ മകനുമാണ്. ഞാനത് ഏറ്റെടുക്കുന്നത്. 7 ദിവസത്തെ കർത്താവ് വലിയ സമാധാനത്തെ കൊണ്ടുവരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഇപ്പം പറഞ്ഞില്ല, ഒരു വീട്ടിലേക്ക് കയറി വന്ന വലതുഭാഗത്തുള്ള റൂമിൽ ഒരു ഫോണ്, കറുത്തൊരു ഫോണ്, ചെറിയ ഫോൺ ഉപയോഗിക്കാതെ, അത് എന്റെ വീടാണ് ബ്രദറെ, ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നത്. ഏറ്റെടുത്ത കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. പറഞ്ഞോ. ഞാൻ ഷൈനാണ് ബ്രദർ. ബുധനാഴ്ച ഷൈനിനെ പറ്റി പറഞ്ഞായിരുന്നു. എന്റെ അമ്മയുടെ ആങ്ങളാടൻ നാം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഞാനും അത് ഏറ്റെടുക്കുന്നു ബ്രദറെ. ഏറ്റെടുത്ത കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ആലോചന ഏറ്റെടുത്തോണം, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. ബ്രദറെ, ഇപ്പൊ പറഞ്ഞ അടുത്ത ഫോണിന്റെ ആ ആലോചന ഞാനും ഏറ്റെടുക്കുന്നു. 3-4 വർഷം ഉപയോഗിച്ച ഫോണാണ് അത്. ഇപ്പൊ അത് അവിടെ തന്നെ വെറുതെ വെച്ചിരിക്കുകയാണ്. ബ്രദർ പറഞ്ഞ ഏറ്റെടുത്ത ദിവസം ഞാൻ പറഞ്ഞു, ഒരേ ആലോചന ഒരേപോലെ വരുമ്പോൾ നിങ്ങളത് ഏറ്റെടുത്താൽ മതി. എടുത്ത് പറയണം നിർബന്ധമില്ല. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഹലോ, പറഞ്ഞു. ബ്രദറെ, കറുത്ത ഫോൺ ഇവിടെ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. ഹലോ, കറുത്ത ഫോൺ വരുമ്പോ വലത്തെ സൈഡിൽ ഇരിക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് ഞങ്ങളുടെ വീട്ടിലുണ്ടേ.
ഏറ്റെടുത്ത ബ്രദറെ ഞാൻ പറഞ്ഞില്ലേ, അത് ഏറ്റെടുത്തോണം. അത് ഞാൻ പറഞ്ഞ ഒരേ ആലോചന ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ ആ ബ്ലെസ്സിങ്ങിനെ അങ്ങ് സ്വീകരിച്ചോണം. കർത്താവ് ഒരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. എന്റെ ആങ്ങളയുടെ ഭാര്യയാണ് സജിനി എന്ന് പറയുന്നത്. ഉം. അവർക്കൊരു മകനുണ്ട്, ഒരു മോളും ഒരു മോനും ഉണ്ട്. ആ മോനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. മോനെ പഠിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ആ മകനെ ഓർത്ത് എല്ലാവർക്കും ഒരു പ്രയാസമാണ്. അവനിങ്ങനെ ആരാധനയ്ക്കൊന്നും വരാതെ ഒരു പിന്മാറ്റാവസ്ഥ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ ആ വിഷയം ഏറ്റെടുക്കുന്നത് പറയാം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി. ഗോഡ് ബ്ലെസ് യു. ഹലോ, പറഞ്ഞു. സജി എന്ന് പറയുന്ന എന്റെ മോളാണ്. മോക്കൊരു മോനും ഉണ്ട്. അവൻ ഇങ്ങനെ ഇപ്പൊ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് മുറിക്കകത്ത് കയറി ഇരിപ്പാ. ഒന്നും പഠിക്കാൻ ഇതിന് പോയായിരുന്നു തന്നെ, ഹോട്ടൽ മാനേജ്മെന്റ്. തീർച്ചയായിട്ടും എൻ്റെ ഏറ്റെടുത്തോളം കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. വലിയ ദൈവപ്രവർത്തിക്കായിട്ട് കർത്താവ് ഒരുക്കും. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞോട്ടെ ബ്രദറെ. പറഞ്ഞോ. ഇപ്പൊ കുറച്ച് മുന്നേ ആണെങ്കിൽ ഒരു സഹോദരി എന്നെ വിളിച്ചായിരുന്നു. നമ്മുടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ. നമ്മള് സ്കൂളിലും കണ്ട് യുവജനോത്സവം കണ്ട് നടക്കും. അപ്പോഴവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എനിക്ക് സഹിക്കാൻ വയ്യാത്ത വയറുവേദന, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എന്നിട്ട് മോളെ ഇത് മാറുമ്പോ എന്നെ വിളിച്ചൊന്ന് പറയണേന്ന് പറഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി എന്റെ വയറുവേദന പൂർണ്ണമായി മാറിയെന്ന് പറഞ്ഞു. എല്ലാം കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി, കൊടുത്ത അത്ഭുതത്തിന് നന്ദി. പറഞ്ഞു. ബ്രദറെ, ഞാൻ ഫേബയാണ്. ഞങ്ങളുടെ വീട്ടില് ഒരു മുറി ഇപ്പം യൂസ് ചെയ്യുന്നില്ല, അവിടെ ഒരു കട്ടിലുണ്ട്. ബ്രദർ ഒരു പ്രവചനം പറഞ്ഞായിരുന്നു, അപ്പൊ അത് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ബ്ലസ് ചെയ്ത് ബ്രദർ പറഞ്ഞായിരുന്നു. തീർച്ചയായിട്ടും ഏറ്റെടുത്ത സിസ്റ്ററെ കർത്താവ് ഇന്ന് ആ വലിയൊരു അത്ഭുതമാക്കിയത് മാറ്റും കേട്ടോ. ഏറ്റെടുത്തു. ദൈവപ്രവർത്തി വെളിപ്പെടും. പറഞ്ഞു. കേൾക്കാവോ? എന്റെ ഫ്രണ്ടില് മുല്ല നിൽക്കുന്ന ബ്രദർ പറഞ്ഞിരുന്നു. ഞാൻ അപ്പൊ തന്നെ ഏറ്റെടുത്തിരുന്നു. പക്ഷെ അത് ഞാനിങ്ങനെ പറയുമ്പോ എന്റെ മോള് വന്നിട്ട് എന്റെ അടുത്ത് പറയണ്, അമ്മ ഞാനിന്ന് പറയായിരുന്നു എന്നെ ഒന്ന് കർത്താവ് ഇങ്ങനെ ഒന്ന് തൊടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൂടി പറഞ്ഞിരുന്നു ബ്രദറെ. തീർച്ചയായിട്ടും കർത്താവ് ഇന്നത് സാക്ഷ്യമായിട്ട് മാറ്റി സിസ്റ്ററെ. വലിയ ദൈവപ്രവർത്തിക്കായിട്ട് കർത്താവ് ഒരുക്കും കേട്ടോ. ആമേൻ. ഹലോ ബ്രദറെ. പറഞ്ഞു. പറഞ്ഞു സിസ്റ്ററെ. എന്റെ മോൾക്ക് BS നഴ്സിംഗ് ഫൈനൽ ഇയർ എക്സാം ആണ് ഈ തിങ്കളാഴ്ച. ഒഴിവാക്കുന്ന പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ഞങ്ങളിത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് അത്ഭുതം അവിടെ നടന്നു കഴിഞ്ഞു. ആ എക്സാമിന് പൂർണ്ണ ജയത്തെ കർത്താവ് അവിടെ ചെയ്തു കഴിഞ്ഞതിന് നന്ദി പറയുന്നു. വലിയ ദൈവപ്രവർത്തിയുടെ ഒരുക്കത്തിന് നന്ദി പറയുന്നു. അനുഗ്രഹിച്ചിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്തതിന് നന്ദി. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകളൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ബാക്കിയുള്ള സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് പിന്നെയും കേൾക്കാം. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വേലയിൽ ഈ ദിവസങ്ങളിൽ വിതച്ചവരെ ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു. അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ നന്മ അവരുടെ ജീവിതം തുറക്കട്ടെ. വായ്പ മേടിക്കത്തില്ല. ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ഒന്നും നഷ്ടം വരത്തില്ല. മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കും. കർത്താവിനാൽ സമൃദ്ധി ഉണ്ടാകും. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രവൃത്തി കർത്താവ് ചെയ്യും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമുക്ക് ഒരുമിച്ചെന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ നിങ്ങൾ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ഒരുമിച്ച് ഏറ്റുപറയാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തുറക്കുവാൻ ശക്തനാണ്. വലിയ പ്രവർത്തികൾ കർത്താവ് അത് ചെയ്യും. എല്ലാവരും മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് ഇപ്പം തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റുപറഞ്ഞാട്ടെ. കർത്താവ് നമ്മുടെ മുമ്പിൽ തുറക്കുവാൻ ശക്തനാണ്. എല്ലാവരും